ഈ ആഴ്ചത്തെ LDC എക്സാമിന് എന്തായാലും ചോദിക്കാൻ ചാൻസുള്ള 5 പ്രധാന ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി ചെയ്ത 5 ടോപ്പിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് വീഡിയോ നോക്കാം. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് G20, ചന്ദ്രയാൻ, അവാർഡ്സ്, ഭാരതരത്ന, സ്പോർട്സ്, ഈവൻറ്റ്സ്, വെന്യൂസ് എല്ലാം ഉൾപ്പെടുന്ന 2023, 2024, 2022 മൊത്തം ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് G20യുമായി ബന്ധപ്പെട്ട് G20യുടെ ആരംഭവും അതിൻ്റെ വളർച്ചയും അവസാനമായി നടന്ന 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന G20 സബ്മിറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളുമാണ് നമ്മളിതിൽ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് G20 2023 കുറച്ച് വേദികളാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് എവിടെയാണ് നടന്നത്? കേരളത്തിലാണ്, കുമരകത്താണ് എന്നോർക്കുക. ഫസ്റ്റ് മീറ്റിംഗ് എവിടെയാണ് നടന്നത്? ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് ഉദയ്പൂരാണ്, ഉദയ്പൂർ. അപ്പോൾ ഈ ഷെർപ്പ എന്നുള്ള വേർഡ് നിങ്ങളെല്ലാവരും കേട്ട് കാണുമല്ലേ. അപ്പോൾ എന്താണ് ഈ ഷെർപ്പ മീറ്റിംഗ്, അല്ലെങ്കിൽ എന്താണ് ഈ ഷെർപ്പ? G20 ഷെർപ്പ എന്ന് പറയുന്നത് എന്താണ്? സാധാരണയായി ഹിമാലയം കീഴടക്കുന്നതിനായിട്ട് ആളുകൾ സഹായത്തിനായി വിളിക്കുന്ന ഒരു വിഭാഗമാണ്, നേപ്പാളിലുള്ള ഒരു വിഭാഗമാണ് ഷെർപ്പകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ G20യിലെ ഷെർപ്പകൾ? നേപ്പാളിലെ ഷെർപ്പകൾ എന്ന് പറയുന്നത് ഹിമാലയത്തിലേക്ക് പോകുന്നവരെ നയിക്കാനുള്ള ഒരു തലവനാണ്. അതുപോലെ G20 സബ്മിറ്റിൽ ഓരോ രാജ്യങ്ങളിൽ നിന്നുമുള്ള സംഘത്തെ നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ രാജ്യത്തിൻ്റെ ഷെർപ്പ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്താണ്. അതിനു മുൻപ് പീയൂഷ് ഗോയലായിരുന്നു. എന്നാൽ 2023 ഇന്ത്യയിൽ വെച്ചാണ് G20 നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 2022 പീയൂഷ് ഗോയലിനെ മാറ്റി അമിതാഭ് കാന്തിനെ നമ്മുടെ ഇന്ത്യയുടെ ഷെർപ്പയായിട്ട് നിയോഗിച്ചു. നമുക്ക് എങ്ങനെ ആലോചിക്കാം? 2023 ഇന്ത്യയിൽ വെച്ചിട്ടാണല്ലോ നടക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ജോലി ഉണ്ടാവും. അമിതമായി ജോലിയുള്ളതുകൊണ്ട് അമിതാഭ് കാന്തിനെയാക്കി എന്ന് നമുക്ക് ഓർത്തു വയ്ക്കാം. അപ്പോൾ സെക്കൻഡ് ഷെർപ്പ മീറ്റിംഗ് നടന്നത് കുമരകത്താണ്, ഫസ്റ്റ് നടന്നത് ഉദയ്പൂർ. അടുത്ത ചോദ്യം നോക്കാം. ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് എവിടെയാണ് വേദി? കുമരകമാണോ, തിരുവനന്തപുരമാണോ, ചെന്നൈ ആണോ, ഗാന്ധിനഗറാണോ? ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പാണ്. ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ആദ്യമായി നടന്നത് തിരുവനന്തപുരത്താണ്. ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് തിരുവനന്തപുരത്തെ കോവളത്താണ് നടന്നത്. ഓർത്തു വയ്ക്കുക, ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് നടന്നത് തിരുവനന്തപുരം. നമുക്ക് സാധാരണയായിട്ട് ഈ സമ്മിറ്റിൽ ഓരോ മീറ്റിങ്ങിനും 1, 2, 3 ഘട്ടങ്ങളുണ്ടായിരിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ആണ് ഇവിടെ നടന്നത്. അപ്പോൾ ഹെൽത്ത് വർക്കിംഗ് മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചാൽ അത് ഗാന്ധിനഗറാണ്. മിനിസ്റ്റേഴ്സ് ആകുമ്പോൾ ഗാന്ധിനഗർ എന്നോർക്കുക. മന്ത്രിമാരുടെ നടന്നത് ഗാന്ധിനഗറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ആലോചിക്കാം? പേരിൽ തന്നെ ഉണ്ടല്ലേ ഗാന്ധി എന്ന് പറയുമ്പോൾ. നമുക്ക് ഓൾറെഡി കുറേ ഗാന്ധിമാരെ അറിയാമല്ലോ, കുറേ മന്ത്രിമാരായ കുറേ ഗാന്ധിമാരെ ചരിത്രത്തിലുണ്ടല്ലോ. അതുകൊണ്ട് ഗാന്ധിനഗർ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഗാന്ധിനഗർ എന്ന് ഓർക്കുക. അടുത്തത് എഡ്യൂക്കേഷൻ വർക്കിംഗ് ഗ്രൂപ്പ് വേദി ഏതാണ്? എഡ്യൂക്കേഷൻ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിങ്ങിൻ്റെ വേദി കുമരകം, തിരുവനന്തപുരം, ചെന്നൈ, ബാംഗ്ലൂർ. എവിടെയാണ്? എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ സിനിമകളിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിലും നേരെ നമ്മൾ വണ്ടി കയറുന്നത് എങ്ങോട്ടാണ്? ചെന്നൈയിലേക്ക്. എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി ചെന്നാൽ മതി എന്നോർക്കുക. എഡ്യൂക്കേഷൻ കിട്ടാൻ വേണ്ടി ചെന്നാൽ മതി, ചെന്നൈ. എഡ്യൂക്കേഷൻ ചെന്നൈ എന്നോർക്കുക. അടുത്തത് ഫസ്റ്റ് അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ്. ഫസ്റ്റ് അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയായിരുന്നു വേദി? ഇൻഡോർ, മുംബൈ, റാൻ ഓഫ് കച്ച്, ഗോവ. എവിടെയാണ്? ഇൻഡോറാണ്. ഫസ്റ്റ് അഗ്രികൾച്ചർ വർക്കിംഗ്. ഓക്കെ, അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ കൃഷി. ഇൻഡോർ കൃഷിയും ഔട്ട്ഡോർ കൃഷിയും അറിയാലോ. അതിൽ നിന്ന് തന്നെ ഓർത്ത് വയ്ക്കുക, കൃഷി ഇൻഡോർ കൃഷി എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത് ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് വർക്കിംഗ് ഗ്രൂപ്പ് വേദി എവിടെയാണ്? ഇൻഡോർ ആണോ, മുംബൈ ആണോ, റാൻ ഓഫ് കച്ച് ആണോ, ഗോവയാണോ? ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലേ. ഡെവലപ്മെൻറ്റ് എങ്ങനെ ഓർത്ത് വയ്ക്കാം? ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ? പുരോഗമിക്കുക എന്ന് പറയുമ്പോൾ മുന്നോട്ട് വരിക അല്ലേ. മുംബൈയിലേക്ക് വരുന്ന, മുന്നോട്ട് വരുന്നതാണ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് മുംബൈ. അടുത്തത് ഫസ്റ്റ് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് എവിടെയാണ്? ഇൻഡോർ, മുംബൈ, റാൻ ഓഫ് കച്ച്, ഗോവ. ഫസ്റ്റ് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് റാൻ ഓഫ് കച്ചാണ്. ഓർത്ത് വയ്ക്കുക, ഫസ്റ്റ് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ് നടന്നത് എവിടെയാണ്? റാൻ ഓഫ് കച്ച്. നമ്മൾ എങ്ങനെ ആലോചിക്കാം? നമ്മൾ ടൂർ എന്നൊക്കെ കേട്ടാൽ തന്നെ ഓടിച്ചെല്ലും അല്ലേ. ടൂർ എന്ന് കേട്ടാൽ തന്നെ ഓടിച്ചെല്ലുക. എന്താണ്? റൺ ചെയ്ത്, റാൻ ഓഫ് കച്ച്. ഫസ്റ്റ് ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് വേദി എവിടെയായിരുന്നു? റാൻ ഓഫ് കച്ച് എന്നോർത്ത് വയ്ക്കുക. അടുത്തത് എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് എവിടെയാണ് നടന്നത്? എനർജി എന്ന് പറയുമ്പോൾ ഗുവ ഫ്രൂട്ടുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഗുവ കഴിക്കണം.
വിറ്റാമിൻ സിയുടെയും പ്രോട്ടീൻ്റെയും ഒക്കെ കലവറയായ ഗുവ കഴിച്ചാൽ എനർജി കിട്ടും അല്ലേ. എനർജി മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ഗുവ എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് എനർജി ട്രാൻസിഷൻ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് എവിടെയാണ് നടന്നത് എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നടന്നത് ബാംഗ്ലൂരാണ് അല്ലേ. നമ്മൾ ഈ ഗുവ ഫസ്റ്റ് എങ്ങനെയാണ് വാങ്ങിക്കൊണ്ടുവരിക? ബാഗിലിട്ടാണ് അല്ലേ. അപ്പോൾ ബാംഗ്ലൂർ എന്നോർക്കുക. ഫസ്റ്റ് എനർജി ട്രാൻസിഷൻ വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ. എനർജി മിനിസ്റ്റേഴ്സ് എന്താണ്? എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഗുവ കഴിക്കുക അല്ലേ. അപ്പോൾ എനർജി മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഗോവ എന്നും ഓർക്കുക. അടുത്തത് അഗ്രികൾച്ചർ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ്. നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞത് ഫസ്റ്റ് അഗ്രികൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പാണ് ഇൻഡോർ. എന്നാൽ ഇത് അഗ്രികൾച്ചർ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് ആണ് അല്ലേ. മന്ത്രിമാരുടെ മീറ്റിംഗ് ആണ്. അപ്പോൾ മന്ത്രിമാരുടെ കൃഷി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഹൈ ലെവലിലായിരിക്കും അല്ലേ. അപ്പോൾ ഹൈദരാബാദ്. അഗ്രികൾച്ചർ മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഹൈദരാബാദ് എന്നോർക്കുക. അടുത്തത് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് എവിടെയാണ് നടന്നത്? ഇൻഡോർ, ന്യൂഡൽഹി, റാൻ ഓഫ് കച്ച്, ഗോവ. ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടന്നത് ന്യൂഡൽഹിയാണ്. എങ്ങനെ ഓർത്ത് വയ്ക്കാം? നമ്മൾ ഈ ഫോറിനിലൊക്കെ പോയി വരുന്ന ആളുകൾ കുറേ സാധനങ്ങൾ കൊണ്ടുവരും. പുതിയ സാധനങ്ങൾ കൊണ്ടുവരും അല്ലേ. ന്യൂ ഡൽഹി. ഫോറിൽ പോയ ആൾ പുതിയ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. ന്യൂ ഡൽഹി എന്നോർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, 2024 G20 ഉച്ചകോടിയുടെ വേദി ഏതാണ്? ദക്ഷിണാഫ്രിക്ക, റഷ്യ, ചൈന, ബ്രസീൽ. ഇതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. നമ്മൾ ഈ സെഷനിൽ തന്നെ ഇതിൻ്റെ ആൻസർ പറയുന്നുണ്ട്. അതിന് മുൻപായിട്ട് നിങ്ങളുടെ ആൻസർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം. നമുക്കടുത്ത സ്ലൈഡിലേക്ക് പോവാം. G20 സമ്മേളനത്തിൻ്റെ ഭാഗമായി ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മന്ത്രിമാരുടെ യോഗം നടന്ന ഇന്ത്യൻ നഗരം നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഹെൽത്ത് വർക്കിംഗ് മന്ത്രിമാരുടെ യോഗം നടന്നത് ഗാന്ധിനഗർ. മന്ത്രിമാരുടെ ആവുമ്പോൾ ഗാന്ധിനഗർ എന്നോർത്ത് വയ്ക്കുക. ഫസ്റ്റ് മീറ്റിംഗ് എവിടെയാണ് നടന്നത്? ഫസ്റ്റ് ആരോഗ്യ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് G20 ശാക്തീകരണ യോഗം എംപവർമെൻറ്റ് സമ്മിറ്റ് രണ്ടാമത് നടന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ് എന്നും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നതും സെക്കൻഡ് ശാക്തീകരണ എംപവർമെൻറ്റ് സമ്മിറ്റ് നടന്നതും തിരുവനന്തപുരം ജില്ലയിലാണ് എന്നോർത്ത് വയ്ക്കുക. അടുത്തത് 2023 G20 വിദേശമന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം നമ്മൾ പറഞ്ഞു. വിദേശത്ത് നിന്ന് വന്നാൽ ന്യൂ സാധനങ്ങൾ കൊണ്ടുവരും. ന്യൂ ഡൽഹി എന്നോർത്ത് വയ്ക്കുക. അടുത്തത് G20 സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള ആദ്യത്തെ വ്യാപാര നിക്ഷേപ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? മുംബൈയാണ്. ആദ്യത്തെ വ്യാപാര നിക്ഷേപം എന്ന് പറയുമ്പോൾ തന്നെ മുംബൈയാണ് നമുക്ക് ഓർമ്മ വരും. സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ ഓർത്ത് വയ്ക്കാം. വ്യാപാര നിക്ഷേപം മുംബൈ. അടുത്തത് G20 സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള ഡിജിറ്റൽ ഇക്കോണമി വർക്കിംഗ് ഗ്രൂപ്പ് മന്ത്രിമാരുടെ യോഗം ചേർന്ന നഗരം ബാംഗ്ലൂരാണ്. ഡിജിറ്റൽ ഇക്കോണമി എന്ന് പറയുമ്പോൾ നമുക്ക് പൈസയായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. ഇക്കോണമി എന്ന് പറയുമ്പോൾ പൈസയായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ പൈസയൊക്കെ വെക്കുന്നത് എവിടെയാണ്? ബാഗിലാണ് അല്ലേ. ബാംഗ്ലൂർ എന്നോർക്കുക. ഇക്കോണമി ബാംഗ്ലൂർ എന്നോർക്കുക. അടുത്തത് G20 സമ്മേളനത്തിൻ്റെ ഭാഗമായി വുമൺ 20 W20യുടെ ആദ്യ യോഗം സംഘടിപ്പിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. വുമൺ 20 സംഘടിപ്പിച്ചത് മഹാരാഷ്ട്ര. വുമൺ 20 എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ആദ്യത്തെ ഒരു യോഗം സംഘടിപ്പിക്കാൻ ഒരുപാട് സ്ഥലം വേണം എന്നാലോചിക്കുക. ഒരുപാട് സ്ഥലം മഹാരാഷ്ട്രം വേണം എന്നാലോചിക്കുക. വുമൺ 20 മഹാരാഷ്ട്ര. അടുത്തത് 2023 T20 കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ആദ്യ യോഗം നടന്നത് എവിടെയാണ്? ഖജുരാഹോയിലാണ്. എവിടെയാണ്? മധ്യപ്രദേശിലാണ് അല്ലേ. അപ്പോൾ കൾച്ചർ മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ മദ്യം കഴിച്ചാൽ കൾച്ചർ ഉണ്ടാകില്ല എന്നാലോചിക്കാം. ഖജുരാഹോ എങ്ങനെ ആലോചിക്കാം? മധ്യപ്രദേശിലെ ഒരു മോണുമെൻ്റാണ് അല്ലേ. കൾച്ചറൽ മോണുമെൻറ്റ് എന്നോർക്കുക. ഖജുരാഹോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. 2023 കഴിഞ്ഞ വർഷം ഒരു മലയാള സിനിമ ഇറങ്ങിയിരുന്നല്ലോ, ഖജുരാഹോ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട്. ഖജുരാഹോ കാണാൻ പോകുന്ന ഒരു ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ. അടുത്ത് നോക്കാം. G20 സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള ആദ്യ ഷെർപ്പ സമ്മേളനം നടന്നത് ഉദയ്പൂരാണ് അല്ലേ. ഫസ്റ്റ് ഷെർപ്പ സമ്മേളനം നടന്നത് ഉദയ്പൂർ. സെക്കൻഡ് നടന്നത് കുമരകം അല്ലേ. അടുത്തത് 2023 G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള രണ്ടാം ഷെർപ്പ സമ്മേളനത്തിന് വേദിയായത് നമ്മൾ കുമരകം പറഞ്ഞു. മുഖ്യ ചർച്ചാ വിഷയം എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങളുടെ ഡിജിറ്റൽ വൽക്കരണം.
അടുത്തത് G20 മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാക്കളുടെ വട്ടമേശ സമ്മേളനം നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഓർത്തു വയ്ക്കുക. ചീഫ് സയൻസ് അഡ്വൈസേഴ്സ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ചീഫ് ആണല്ലേ, ചീഫ് മുഖ്യം, അതായത് നമ്മുടെ പ്രധാന സ്ഥലം തന്നെ എവിടെയാണ്? നമ്മുടെ തലസ്ഥാനം ഡൽഹിയിലാണ് മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാക്കളുടെ വട്ടമേശ സമ്മേളനം നടന്നത്. അടുത്തത് G20 വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്ന കേരളത്തിലെ ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. ഓർത്തു വയ്ക്കുക. വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്ന കേരളത്തിലെ ജില്ല എറണാകുളം. അപ്പോൾ ഇത്രയുമാണ് 2023 വേദികളുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് G20 എന്താണ് G20 എന്ന് നോക്കിയാലോ. അപ്പോൾ G20 സബ്മിറ്റ്, G20 കൂട്ടായ്മ രൂപം കൊണ്ടത് 1999 അതായത് 1999 G20 സ്ഥാപിച്ചത്. അപ്പോൾ G20 ആസ്ഥാനം ഏതാണ്? ആസ്ഥാനമില്ല അല്ലേ, G20 ആസ്ഥാനമില്ല. G20 നേതാക്കളുടെ ആദ്യ ഉച്ചകോടി നടന്നത് അമേരിക്കയിലാണ്. 2008 നവംബറിൽ വാഷിങ്ടണിലെ DC വെച്ചാണ് നടന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കേട്ട് വയ്ക്കുക. 1999 ധനമന്ത്രിമാർ ആരംഭിച്ച ഗ്രൂപ്പ് ഓഫ് 20 എന്ന് പറയുന്നതാണ് G20. ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ 2008 നവംബറിൽ വാഷിങ്ടൺ DC ആദ്യമായി രാഷ്ട്രത്തലവന്മാരുടെ തലത്തിൽ യോഗം ചേർന്നു. ഓർത്തു വയ്ക്കുക. 1999 സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഉച്ചകോടി നടന്നത് 2008 അമേരിക്കയിൽ വെച്ച്. G20 ഔദ്യോഗിക ഭാഷകൾ 3 ഫസ്റ്റത്തെ നമുക്കറിയാം ഇംഗ്ലീഷ്, രണ്ടാമത്തെ ഫ്രഞ്ചും, മൂന്നാമത്തെ സ്പാനിഷും. ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ് ഓർത്തു വയ്ക്കുക. അടുത്തത് എന്താണ് ഈ G20 എന്ന് പറയുന്നത്? 20 രാജ്യങ്ങളുടെ അല്ലെങ്കിൽ 20 മെമ്പേഴ്സിൻ്റെ ഒരു കൂട്ടമാണ്. 20 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 19 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെട്ടതാണ് G20. അപ്പോൾ ഏതെല്ലാമാണ് 19 രാജ്യങ്ങൾ? അർജൻറ്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന് പറയുന്നത് സൗത്ത് കൊറിയയാണ്, മെക്സിക്കോ, റഷ്യ, സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, തുർക്കി, UK, USA, പിന്നെ യൂറോപ്യൻ യൂണിയനും ചേർന്നതാണ് G20 എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 2023 ഇന്ത്യയിൽ വെച്ച് സമ്മിറ്റ് നടന്നപ്പോൾ 21ാമതായി ഒരു മെമ്പർ കൂടി വന്നു. ആരാണ്? ആഫ്രിക്കൻ യൂണിയനാണ് 21ാമത്തെ മെമ്പർ എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ 2023 ഇന്ത്യയിൽ വെച്ചാണ് യോഗം നടന്നതെന്ന് പറഞ്ഞു. 22 നടന്നത് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. 2022 ഇന്തോനേഷ്യ, 2023 ഇന്ത്യ, ഇനി നടക്കാൻ പോകുന്നത് 2024 ബ്രസീലാണ്, 2025 സൗത്ത് ആഫ്രിക്ക. ഓർത്ത് വയ്ക്കുക. അടുത്ത് ബ്രസീലിലും 25 സൗത്ത് ആഫ്രിക്ക. ഓർത്ത് വയ്ക്കാനായിട്ട് 25-ലെ 5 എന്ന് എഴുതുന്നത് S എന്ന് എഴുതുന്ന പോലെയാണല്ലോ. അപ്പോൾ സൗത്തിലെ എസ്സും 2025-ലെ 5ഉം ഓർത്ത് വയ്ക്കുക. 2025 സൗത്ത് ആഫ്രിക്ക. അടുത്ത് നോക്കാം. ഇനി നമുക്ക് 2023 സമ്മിറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. 2023 G20 അധ്യക്ഷത വഹിച്ച രാജ്യം നമ്മൾ പറഞ്ഞു ഇന്ത്യ. ഡൽഹിയിലെ പ്രഗതി മൈതാനിലെ ഭാരത് മണ്ഡപം ഇൻ്റർനാഷണൽ എക്സിബിഷൻ കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പോൾ 23 ഉച്ചകോടി എന്ന് പറയുന്നത് 18ാമത് G20 ഉച്ചകോടിയാണ്. 18ാമത് G20 ഉച്ചകോടിയാണ് 2023 ഇന്ത്യയിൽ വെച്ച് നടന്നത്. അപ്പോൾ 2023 ഇന്ത്യൻ ഷെർപ്പ ആരായിരുന്നു? അമിതാഭ് കാന്താണ്. നമ്മൾ പറഞ്ഞല്ലോ 2023 ഇന്ത്യൻ ഷെർപ്പ അമിതാഭ് കാന്ത്. പീയൂഷ് ഗോയലിനെ മാറ്റിയാണ് അമിതാഭ് കാന്തിനെ അതിനു മുൻപ് പീയൂഷ് ഗോയലായിരുന്നു. ഓർത്തു വയ്ക്കുക. ഡൽഹിയിൽ G20 കോൺഫറൻസ് നടന്ന തീയതി 2023 സെപ്റ്റംബർ 9, 10 ദിവസങ്ങളിലാണ്. ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് G20 2023 ലോഗോ ഒന്ന് പരിചയപ്പെടാം. മൊത്തം 4 നിറങ്ങളാണ് ലോഗോയിലുള്ളത്. കുങ്കുമം, വെള്ള, പച്ച, നീല. ഓർത്തു വയ്ക്കാനായിട്ടൊന്നും ചെയ്യേണ്ട. നമ്മുടെ ഫ്ലാഗിലുള്ള അതേ നിറങ്ങളാണ് കുങ്കുമം, വെള്ള, പച്ച, ഒപ്പം നമ്മുടെ അശോക ചക്രത്തിലെ നീലയും. കൂടാതെ ഇന്ത്യയുടെ ദേശീയ പുഷ്പമായ താമര കൂടി ഈ ലോഗോയിൽ നമുക്ക് കാണാം. ലോഗോയ്ക്ക് തൊട്ടു താഴെയായിട്ട് ഭാരത് എന്നെഴുതിയിട്ടുണ്ട്. ഏത് ലിപിയിലാണ്? ദേവനാഗരി ലിപിയിൽ ഭാരത് എന്നെഴുതിയിട്ടുണ്ട്. 2023 പ്രമേയം എന്താണ്? 2023 തീം എന്ന് പറയുന്നത് വസുദൈവ കുടുംബകം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്നതാണ്. അപ്പോൾ മൊത്തം 60 സിറ്റികളിലായിട്ട് 200 യോഗങ്ങളോളം നടന്നു. അവസാന യോഗം നടന്നത് നമ്മൾ പറഞ്ഞു ഡൽഹിയിൽ വെച്ചാണ് 2023 സെപ്റ്റംബർ. അപ്പോൾ ഇന്ത്യയിൽ നടന്ന 2023 G20
ആകെ പങ്കെടുത്ത അതിഥി രാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ആണ്. 9 അതിഥി രാജ്യങ്ങൾ പങ്കെടുത്തു. ഏതെല്ലാമാണ്? ബംഗ്ലാദേശ്, ഈജിപ്ത്, മൗറീഷ്യസ്, നെതർലാൻഡ്, സിംഗപ്പൂർ, സ്പെയിൻ, ഒമാൻ, നൈജീരിയ, UAE. ഓർത്ത് വയ്ക്കുക. ഓർക്കാനായിട്ട് ഈ 9 രാജ്യങ്ങൾക്കുമായിട്ടൊരു കോഡ് തരാം. ഭീമൻസ് സോനു എന്നോർത്ത് വയ്ക്കുക. ഭീമൻസ് സോനു. അപ്പോൾ B എന്ന് പറയുന്നത് ബംഗ്ലാദേശ്, E എന്ന് പറയുന്നത് ഈജിപ്ത്, M മൗറീഷ്യസ്, N നെതർലാൻഡ്, S സിംഗപ്പൂർ, S സ്പെയിൻ, O ഒമാൻ, N നൈജീരിയ, U എന്ന് പറയുന്നത് UAE. ഓർത്ത് വയ്ക്കുക. ഭീമൻസ് സോനു. ഓക്കെ അല്ലേ? അടുത്തത് 2023 G20 ഉച്ചകോടിയിൽ സ്ഥിരാംഗത്വം ലഭിച്ചത് നമ്മൾ പറഞ്ഞു ആഫ്രിക്കൻ യൂണിയനാണ്. ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ 55 അംഗരാജ്യങ്ങളടങ്ങുന്ന ഒരു കോണ്ടിനെൻ്റൽ യൂണിയനാണ് ആഫ്രിക്കൻ യൂണിയൻ എന്ന് അറിഞ്ഞിരിക്കുക. ആഫ്രിക്കൻ യൂണിയന് G20യിൽ അംഗത്വം ലഭിക്കുന്നതോടെ G20 എന്നുള്ളത് എന്തായി? G21 ആയി അല്ലേ? 19 രാഷ്ട്രങ്ങളും 2 യൂണിയനുകളും, യൂറോപ്യൻ യൂണിയനും ആഫ്രിക്കൻ യൂണിയനും. ഓക്കെ, നമുക്ക് നോക്കാം. 2023 എന്തൊക്കെയായിരുന്നു പ്രധാന വിഷയങ്ങൾ? ആഗോള സമ്പദ് വ്യവസ്ഥ, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യസുരക്ഷ, സുസ്ഥിര കൃഷി, നവീകരണം, ഡിജിറ്റലൈസേഷൻ, ആരോഗ്യവും ക്ഷേമവും, ഭീകരതാ വിരുദ്ധതയും സുരക്ഷയും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പ്രധാന വിഷയങ്ങളെന്ന് പറയുന്നത് എല്ലാം നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ്. എന്താണ്? സമ്പത്ത്, പണം എന്ന് ഓർത്ത് വയ്ക്കുക. കാലാവസ്ഥ, ഒപ്പം ഭക്ഷ്യസുരക്ഷ, നവീകരണം, ഡിജിറ്റലൈസേഷൻ, ഹെൽത്ത്, ഒപ്പം സുരക്ഷ. ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇന്ത്യയിൽ വെച്ച് നടന്ന ഈ ഒരു G20 ഉച്ചകോടിയിൽ നടന്ന പ്രധാന കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാം. ഫസ്റ്റ് എന്താണ്? ആഫ്രിക്കൻ യൂണിയനെ പുതിയ സ്ഥിരാംഗത്വമാക്കി. G20 എന്നുള്ളത് G21 ആയല്ലേ? 19 രാജ്യങ്ങളും ഒരു യൂണിയനും ഉണ്ടായിരുന്നത് 19 രാജ്യങ്ങളും 2 യൂണിയനുമായി. ഓക്കെ. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിക്കായി ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു. നമുക്കിത് ഡീറ്റെയിൽ ആയി പറയാം. അടുത്തത്, അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കാൻ രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഡൽഹി പ്രഖ്യാപനം അംഗീകരിക്കപ്പെട്ടു. എന്താണ്? അന്താരാഷ്ട്ര നിയമം ഉയർത്തിപ്പിടിക്കാൻ രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഡൽഹി പ്രഖ്യാപനം. ഓർത്തു വയ്ക്കുക. ഡൽഹി പ്രഖ്യാപനം എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ 2023 G20 സമ്മിറ്റുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത്, ശുദ്ധമായ ഇന്ധനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദലാകാൻ വേണ്ടി G20യിൽ ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ വ്യാപാര ഇടനാഴിയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി, അഥവാ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത്. എന്താണ്? ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദലാകാൻ വേണ്ടി ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ വ്യാപാര ഇടനാഴിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ചന്ദ്രയാൻ 3യുടെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ രംഭ LP, ഓപ്ഷൻ ബി ഷേപ്പ്, ഓപ്ഷൻ സി ചേസ്റ്റ്, ഓപ്ഷൻ ഡി ഇൽസ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഷേപ്പാണ് ഉൾപ്പെടാത്തത്. നമുക്ക് നോക്കാം. ചന്ദ്രയാൻ 3യിൽ മൊത്തം 7 പേലോഡുകളാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പിക്ചർ കാണാം. ഇവിടെ മൊത്തം ലാൻഡറിൽ വരുന്നത് 4 പേലോഡുകളും റോവറിൽ വരുന്നത് 2 പേലോഡും പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ വരുന്നത് 1 പേലോഡുമാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചേ, എങ്ങനെ ലാൻഡറിലെ 4 പേലോഡ് പഠിക്കാം. ഇവിടെ 3 എണ്ണം ഉള്ളൂ തന്നിട്ട്, 4ാമത്തെ നമുക്ക് പറയാം. അപ്പോൾ ലാൻഡറിലെ പേലോഡുകൾ എന്ന് പറയുന്നത്, ലാൻഡർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ വിക്രമാണ്. ലാൻഡറിൻ്റെ പേര് വിക്രം. ഓർത്ത് വയ്ക്കുക, ലാൻഡറിൻ്റെ പേര് വിക്രം. അപ്പോൾ നമ്മൾ വീണ്ടും സിനിമയിലേക്ക് വന്നു. സിനിമ നടനായ വിക്രം 4 കാലിലാണ് ചന്ദ്രനിൽ കാലുകുത്തിയത്. 4 കാലിൽ ചന്ദ്രനിൽ കാലുകുത്തി. 4 കാലിൽ ചന്ദ്രനിൽ കാലുകുത്തി വിക്രം. 4 പേലോഡുകളാണുള്ളത്. ആദ്യത്തേത് രംഭ LP, രണ്ടാമത്തേത് ചേസ്റ്റ്, മൂന്നാമത്തേത് ഇൽസ, 4ാമത്തെ ഒന്നുണ്ട് LRA, നാസയുടെ പേലോഡായ LRA. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാം? വിക്രം എന്ന് പറയുമ്പോൾ നമുക്ക് സിനിമ ഓർക്കാം. സിനിമയിൽ എന്താണ്? ആളൊരു ബോഡി ബിൽഡറാണ് അല്ലേ? ബോഡി ബിൽഡർ എന്ന് പറയുമ്പോൾ എന്താണ്? ചെസ്റ്റ് നമുക്ക് ഓർക്കാലോ. ചെസ്റ്റ് എന്ന് പറയുന്നത് ചേസ്റ്റ് എന്നുള്ളത് നമുക്ക് ഓർക്കാം. ചെസ്റ്റ്. അതുപോലെ എന്താണ്? ആൾ റാമ്പിൽ നിന്നിട്ട് ബോഡി കാണിക്കുന്നുണ്ടല്ലേ? അപ്പോൾ റാമ്പിൽ നിന്നുള്ളത് രംഭ, റാമ്പ് എന്നുള്ളത് രംഭ. അതുപോലെ അദ്ദേഹത്തിനൊരു അസുഖം വരുന്നുണ്ടല്ലോ. എന്താണ്? എന്ന് പറയുന്ന
വൈറസ് ഉള്ളിൽ പോയിട്ട് ഒരു അസുഖം വരുന്നുണ്ട്. അതുകൊണ്ട് ഇൽ അല്ലേ, ഇൽ എന്ന് പറയുന്നത് ഇൽസ എന്ന് ആലോചിക്കാം. അതുപോലെ LRA എങ്ങനെ ആലോചിക്കാം? ഇതിന് ശേഷം എന്താ ഉണ്ടാകുന്നത്? പുള്ളി റിവെഞ്ച് ചെയ്യണല്ലേ, എല്ലാവരെയും LRA എല്ലാവരെയും എന്താണ് ഫ്രൈ ചെയ്യുന്നു അല്ലേ, അങ്ങനെ ആലോചിക്കാം. അപ്പോൾ 4 ഓർക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. എന്താണ് വിക്രം എന്ന് പറയുന്നത്? ഒരു ബോഡി ബിൽഡറാണ്. ചെസ്റ്റ് ഓർക്കുക, ചെസ്റ്റ്. അതുപോലെ റാമ്പിൽ നിന്ന് ബോഡി ഷോ കാണിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് റാമ്പ് രംഭ LP എന്നോർക്കുക. ഇൽ അസുഖം വരുന്നതുകൊണ്ട് ഇൽസ എന്നോർക്കുക. അതുപോലെ LRA എല്ലാവരെയും എന്താണ് അവസാനം വകവരുത്തുന്നുണ്ട് അല്ലേ, അങ്ങനെ ഓർക്കാം. പിന്നീടുള്ളത് റോവർ പേലോഡാണ്. റോവർ പേലോഡ്സ് ഏതൊക്കെ വരുന്നത്? APXA ലിപ്സ് എന്നാണ്. അപ്പോൾ ഈ റോവർ എന്ന് പറയുന്നത് ഏതാണ്? റോവർ എന്ന് പറയുന്നത് പ്രഗ്യാനാണ്. ഓർത്ത് വയ്ക്കുക, റോവറിൻ്റെ പേര് പ്രഗ്യാൻ. അപ്പോൾ പ്രഗ്യാൻ എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക അല്ലേ. പ്രകൃതിയിൽ എന്തുണ്ട്? എയ്പ്പ് ഉണ്ട്. എയ്പ്പ് എന്നുള്ളതിൽ നിന്ന് APXS എന്ന് ആലോചിക്കാം. അതുപോലെ എയ്പ്സിൻ്റെ ലിപ്സ് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ലിപ്സ് എന്നുള്ളത് ലിബ്സ് എന്നും ഓർത്ത് വയ്ക്കുക, LIBS. അപ്പോൾ റോവർ പേലോഡ് വരുന്നത് 2 എണ്ണമാണ്, APXS LIBS. അടുത്തത് പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡ്. പ്രൊപ്പൽഷൻ മൊഡ്യൂളിന് ഒരു പേലോഡാണ് വരുന്നത്. ഏതാണ്? ഷേപ്പാണ്. അപ്പോൾ ഓക്കെ അല്ലേ, ഇതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. പ്രൊപ്പൽഷൻ മൊഡ്യൂളിൻ്റെ പേലോഡായ ഷേപ്പാണ് ഇവിടെ ഉൾപ്പെടാത്തത്. അപ്പോൾ നമുക്ക് നോക്കാം, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറയുകയാണ്. ലാൻഡർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മൂണിൽ പോയി ഇറങ്ങുന്ന ആ 4 കാലുള്ള ഒരു പേടകം കണ്ടിട്ടില്ലേ, അതാണ് ഈ ലാൻഡർ എന്ന് പറയുന്നത്. അതിന് 4 കാലാണുള്ളത്, അതുകൊണ്ട് 4 പേലോഡ് എന്നോർത്ത് വയ്ക്കുക. രംഭ, ചെസ്റ്റ്, ഇൽസ, അതുപോലെ LRA. പിന്നീട് റോവർ എന്ന് പറയുന്നത് എന്താണ്? ഈ ലാൻഡറിൻ്റെ ഡോറ് തുറന്ന് ഒരു കുഞ്ഞ് മിനി കാർ, ടോയ് കാർ പോലെ ഒരു സാധനം ഇറങ്ങി വരുന്നത് കണ്ടിട്ടില്ലേ, അതാണ് റോവർ എന്ന് പറയുന്നത് പ്രഗ്യാൻ. അതിന് 2 എണ്ണമാണ് ഉള്ളത്, APXS LIBS ആണ്. ഓർത്ത് വയ്ക്കാൻ വേണ്ടി മാത്രം പറഞ്ഞാണ്. നമുക്കടുത്ത് നോക്കാം. ഇവിടെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 6ാമത്തെ ചോദ്യം നോക്കൂ. വീണ്ടും ചന്ദ്രയാനുമായി റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. എങ്ങനെയെന്നുള്ളത് പറഞ്ഞുതരാം. അതിനു മുൻപായിട്ട് നമുക്ക് ചന്ദ്രയാൻ്റെ കുറച്ച് പോയിന്റുകൾ കൂടി നോക്കാം. ചന്ദ്രയാൻ എന്നാണ് വിക്ഷേപിച്ചത്? ലോഞ്ച് ചെയ്തതെന്നാണ് ജൂലൈ 14 ചന്ദ്രയാൻ വിക്ഷേപിച്ചത്. ജൂലൈ 14. ചന്ദ്രയാൻ വിക്ഷേപിക്കുന്നത് ഒരു ജോലി ആണെന്ന് ഓർക്കുക. ജൂലൈ 14 ജൂലൈ 14 എന്നോർക്കുക. എന്നാണ് ലാൻഡ് ചെയ്തത് ഓഗസ്റ്റ് 23 ഓഗസ്റ്റ് 23 2023. നമുക്ക് ആ ദിവസം ഓർത്ത് വയ്ക്കാം, 2023 23 ഓഗസ്റ്റ് ഗസ്റ്റായിട്ടാണ് ചന്ദ്രയാൻ മൂണിലേക്ക് പോയത് അല്ലേ. ഓഗസ്റ്റ് ഗസ്റ്റായിട്ട് 2023 23-ാം തീയതി അവിടെ കാലുകുത്തി അല്ലെങ്കിൽ ലാൻഡ് ചെയ്തു എന്ന് ഓർക്കുക. പിന്നീട് എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തത്? എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണല്ലേ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. അതുപോലെ പിന്നീട് എന്താണ് നമുക്ക് പറയാനുള്ളത്? ചന്ദ്രയാൻ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡിങ് ചെയ്യുന്നതാണ് അല്ലേ. ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി സോഫ്റ്റ് ലാൻഡ് ചെയ്തതാണ്. നമുക്ക് 2 അറിയാം. ചന്ദ്രയാൻ 2 എന്ന് പറയുന്നത് സോഫ്റ്റ് ലാൻഡ് ആയിരുന്നു, അല്ല ക്രാഷ് ലാൻഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ ചന്ദ്രയാൻ്റെ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ തന്നെയാണ്. എന്നാൽ ചന്ദ്രനിൽ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് ഇന്ത്യയാണോ? അല്ല, 4ാമതായിട്ടാണ് ഇന്ത്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത്. എന്നാൽ ദക്ഷിണ ധ്രുവത്തിൽ, അതായത് ഇരുണ്ട ആ ഭാഗത്ത് ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് ഇന്ത്യയാണ് എന്ന് ഓർത്തു വയ്ക്കുക. എവിടെയാണ് ലാൻഡ് ചെയ്ത പോയിൻ്റ് ഓർത്തു വയ്ക്കുക. ശിവശക്തി പോയിൻറ്റിലാണ് ലാൻഡ് ചെയ്തത് എന്നോർക്കുക. ലാൻഡ് ചെയ്ത ഡേറ്റ് ഓഗസ്റ്റ് 23 ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സമയത്ത് ISROയുടെ ചെയർമാൻ ആരാണ്? ISROയുടെ ചെയർമാൻ S സോമനാഥ്. ISRO S സോമനാഥ്. സോമൻ എന്ന് പറയുന്നത് ചന്ദ്രനാണല്ലോ, അപ്പോൾ ചന്ദ്രൻ സോമനാഥ് എന്ന് ഓർത്ത് വയ്ക്കുക. പ്രൊജക്റ്റ് ഡയറക്ടർ P വീരമുത്തുവേൽ. പ്രൊജക്റ്റ് P എന്നുള്ളതും പ്രൊജക്റ്റും കണക്ട് ചെയ്ത് വയ്ക്കുക. പ്രൊജക്റ്റ് P വീരമുത്തുവേൽ. അടുത്തത് ഡെപ്യൂട്ടി ഡയറക്ടർ K കൽപ്പന ഓർത്ത് വയ്ക്കുക. അടുത്തത് മിഷൻ ഡയറക്ടർ മിഷൻ മോഹൻ ഓർത്ത് വയ്ക്കുക. മിഷൻ ഡയറക്ടർ മോഹൻ കുമാർ. അടുത്തത് സാറ്റലൈറ്റ് സെൻറ്റർ ഡയറക്ടർ M ശങ്കരൻ. സാറ്റലൈറ്റ് SS വെച്ച് ആരംഭിക്കുന്നു. ഇവിടെ എല്ലാം പേരും തസ്തികയും ഒരു കണക്ഷൻ ഉണ്ടല്ലേ, അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ISRO ഫോം ചെയ്തത് എന്നാണ്? 1969 എന്നുകൂടി ഓർത്ത് വയ്ക്കുക. 42ാമത്തെ ചോദ്യം, ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച തീയതി ഏതാണ്?
ജൂലൈ 14, 2023 അല്ലേ. 2023 ചന്ദ്രയാൻ 3 എന്നോർക്കാം. എന്താണ് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കുന്നത്? ഒരു ജൂലൈ ആണ് അല്ലേ. ജൂലൈ എന്ന് കണക്ട് ചെയ്യാം. 14 അല്ലേ. ജൂലൈ 14, 2023 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചന്ദ്രയാൻ 3 ഉപയോഗിക്കുന്നത്. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണവുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ കെ ശിവൻ ആയിരുന്നോ? അല്ല അല്ലേ. ആരായിരുന്നു? എസ് സോമനാഥ് ആയിരുന്നു. എസ് സോമനാഥ്. 2022 ജനുവരി മുതൽ എസ് സോമനാഥാണ്. ഓക്കെ. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ഓക്കെ. അടുത്ത് നോക്കൂ. പ്രൊജക്റ്റ് ഡയറക്ടർ വീരമുത്തുവേൽ. ശരിയാണല്ലോ. ശരിയാണ്. വിക്ഷേപണ വാഹനം LV Mark 3 അല്ലേ. Mark 3 ചന്ദ്രയാൻ 3 എന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. വിക്ഷേപണ തീയതി നമ്മൾ പറഞ്ഞതാണ് ജൂലൈയാണല്ലേ. ജൂലൈ 14, 2023. അപ്പോൾ ഏതാണ്? രണ്ടും ശരിയാണ്. 2, 3, 4 ശരിയാണ്. 2, 3, 4 ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ D ആണ് ഉത്തരം. ചോദ്യം. ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് എന്താണ്? പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. എങ്ങനെ ഓർക്കാം? റോവർ അല്ലേ. റോ മെറ്റീരിയൽ എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രകൃതിയിൽ നിന്നല്ലേ. റോ മെറ്റീരിയൽ കിട്ടുന്നത് പ്രഗ്യാൻ അല്ലേ. അടുത്ത ചോദ്യം നോക്കൂ. 7ാമത്തെ ചോദ്യം. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു അല്ലേ. ഗസ്റ്റായിട്ട് ചന്ദ്രനിൽ ഇറങ്ങി എന്ന് പറഞ്ഞല്ലോ നമ്മൾ. ഓക്കെയാണ്. അടുത്തത് ISRO ചെയർമാൻ മോഹൻകുമാർ. ISROയുടെ ചെയർമാൻ മോഹൻകുമാർ ആണോ? അല്ല, തെറ്റാണ് അല്ലേ. അടുത്ത ചോദ്യം നോക്കൂ. ചന്ദ്രയാൻ 3ലെ ലാൻഡറിൻ്റെ പേര് വിക്രം. ഓക്കെ ആണല്ലോ. ഓക്കെയാണ്. അടുത്തത് ചന്ദ്രയാൻ 3ൻ്റെ മൊത്തം ചെലവ് 615 കോടി രൂപയാണ്. അതും ശരിയാണ്. ഓക്കെ. അപ്പോൾ 1, 3, 4 ശരി. അടുത്ത നോക്കൂ. 11ാമത്തെ ചോദ്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേരെന്താണ്? ഉത്തരം പ്രഗ്യാനാണ് അല്ലേ. ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവറിൻ്റെ പേര് പ്രഗ്യാൻ. പ്രകൃതി നമ്മൾ പറഞ്ഞതാണല്ലോ. വീണ്ടും ആവർത്തിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ. അടുത്ത് നോക്കൂ. 17ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ്. റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന് ശരിയാണ്. സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നത് എല്ലാം ശരിയാണ് അല്ലേ. അടുത്തത് ചന്ദ്രയാൻ 3ൻ്റെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചു? ഓക്സിജൻ, ഹൈഡ്രജൻ, സൾഫർ. എയും സിയും ആണല്ലേ. ഓക്സിജനും സൾഫറും. റോവർ സ്ഥിരീകരിച്ചത് ഓക്സിജൻ, സൾഫർ. എങ്ങനെയാണ്? ചന്ദ്രയാൻ 3ൻ്റെ റോസ് എന്ന് പഠിക്കുക അല്ലേ. റോവർ, ഓക്സിജൻ, സൾഫർ, റോസ്. ഓക്കെ അല്ലേ. 28ാമത്തെ ചോദ്യം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത ആരാണ്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത എന്ന് പറയുന്നത് ഋതു കരിതാൽ. ഓപ്ഷൻ ബി ഋതു കരിതാൽ. ഓക്കെ. ഓപ്ഷൻ ഡി നോക്കൂ. ടെസ്സി തോമസ് ആരാണ്? മിസൈൽ വനിതയാണ്. ഇന്ത്യയുടെ മിസൈൽ വനിതയാണ് ടെസ്സി തോമസ്. ഓക്കെ. അപ്പോൾ റോക്കറ്റ് മാൻ ആരാണ്? ഇന്ത്യയുടെ റോക്കറ്റ് മാൻ എന്ന് പറയുന്നത് കെ ശിവനാണല്ലേ. കെ ശിവൻ. ഓക്കെ. നമ്മുടെ ISROയുടെ ചെയർമാനായിരുന്നു അല്ലേ. അതുപോലെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കറിയാം APJ അബ്ദുൽ കലാം. ഓർത്ത് വയ്ക്കുക. റോക്കറ്റ് വനിത ഋതു കരിതാൽ, മിസൈൽ വനിത ടെസ്സി തോമസ്, റോക്കറ്റ് മാൻ ആരാണ്? കെ ശിവൻ, മിസൈൽ മാൻ ആരാണ്? APJ അബ്ദുൽ കലാം. അടുത്തത് ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നത് ഷെയ്പ്പാണ്. ഓക്കെ. രംഭ, ഷെയ്പ്പ്, ചേസ്റ്റ്, ഇൽസ അല്ലേ. നമ്മൾ രംഭ അല്ലേ. സിനിമ നടി രംഭ, ചെസ്റ്റ്, ഇൽസ അസുഖം അല്ലേ. ഇതെല്ലാം വെച്ച് നമ്മളൊരു കോഡ് പറഞ്ഞിരുന്നല്ലോ. എന്ന തമിഴ് സിനിമയുമായിട്ട് ഈ ഒരു കഥയുണ്ടാക്കി നമ്മളൊരു പഠിച്ചതാണല്ലേ. കോഡിലൂടെ തന്നെ നമ്മൾ പഠിച്ചതാണ്. അടുത്തത് 38ാമത്തെ ചോദ്യം. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏതാണ്? 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യ. വേറെ എന്തൊക്കെ ചോദിക്കാം? ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം ഇന്ത്യ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യം ഇന്ത്യ. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 30ാമത്തെ ചോദ്യം. 59. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്?
ലാൻഡർ റോവർ ഓർബിറ്റർ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഓർബിറ്ററാണ് അല്ലേ, ലാൻഡർ റോവർ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ നമ്മൾ കൂടുതലൂടെ തന്നെ പഠിച്ചാണല്ലോ. ഓക്കെ ആയിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. 67ാമത് ചന്ദ്രയാൻ 1 പ്രൊജക്റ്റ് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ്? ഡോക്ടർ പി വീരമുത്തു. അപ്പോൾ ഓക്കെ അല്ലേ. ഭാരതരത്ന 2024 ജേതാക്കളെയും അതുപോലെ ഭാരതരത്നയുമായി ബന്ധപ്പെട്ട അല്പം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സും ഈ ജേതാക്കളുടെ വിശദമായ വിവരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. 1924 ജനുവരി 2 അന്നത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭാരതരത്ന പുരസ്കാരം ആരംഭിച്ചത്. 2011 വരെ കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം എന്നീ രംഗത്ത് മികവ് തെളിയിച്ചവർക്ക് നൽകി പോരുന്ന അവാർഡായിരുന്നു ഇത്. ആദ്യത്തെ ഭാരതരത്ന പുരസ്കാരം ലഭിച്ച് ആർക്കാണ്? ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണനാണ്. ഇപ്പോൾ ഇന്ന് വരെ ഈ 5 പേരെ ഉൾപ്പെടുത്തി ഇന്ന് വരെ ആകെ ലഭിച്ചിരിക്കുന്നത് 53 പേർക്കാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ നമുക്ക് ഈ 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 5 പേരെക്കുറിച്ച് ഒരു കഥ കേൾക്കാം. അപ്പോൾ കഥ ഇതാണ്. ഒരിടത്ത് ഒരു പാവപ്പെട്ട ഗൃഹനാഥനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും പണക്കാരനാവണം എന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒടുവിൽ അദ്ദേഹം എന്ത് ചെയ്തു? വളരെ അധ്വാനിച്ച് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുന്നത്തെ ചരൽമണ്ണെല്ലാം കുഴിച്ച് 5 രത്നങ്ങൾ കുഴിച്ചെടുത്തു. പക്ഷേ അപ്പോഴേക്കും എന്ത് പറ്റി? കറുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ മുടിയെല്ലാം നരച്ച് അദ്ദേഹം ഒരു കിളവനായി തീർന്നു. ഇതാണ് കഥ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും എങ്ങനെ 5 പേരെ ഓർത്തു വയ്ക്കാം? ഗൃഹനാഥൻ എന്ന് പറയുന്നത് MS സ്വാമിനാഥൻ, അദ്വാനിച്ച് എന്നുള്ളത് LK അദ്വാനി, ചരൽമണ്ണ് കുഴിച്ച് ചൗധരി ചരൺ സിംഗ്, ചരണും ഓർക്കുക. കറുത്ത മുടിയെല്ലാം നരച്ചുപോയി എന്ന് പറയുമ്പോൾ കറുത്ത മുടി കർപ്പൂരി ഠാക്കൂർ, നരച്ചുപോയി PV നരസിംഹ റാവു എന്നും ഓർക്കുക. ഓക്കെ, അപ്പോൾ കഥയെല്ലാം കേട്ട് പഠിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഈ 5 ജേതാക്കളുടെയും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ഒന്ന് നോക്കാം. ആദ്യത്തേത് PV നരസിംഹറാവു ആണ്. അദ്ദേഹത്തിന് മരണാനന്തരമായിട്ടാണ് ഭാരതരത്ന ലഭിച്ചത്. PV നരസിംഹറാവു, അതായത് പാമുലപർത്തി വെങ്കട്ട നരസിംഹറാവു. നോക്കാം. ഇന്ത്യയുടെ 9ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു അല്ലേ. 1991 മുതൽ 96 വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ വിദേശ നയം പുനഃക്രമീകരിച്ചത് ഇദ്ദേഹമാണ്. അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ ബലപ്പെടുത്തി. അതുപോലെ ഇസ്രായേലുമായുള്ള ബന്ധം സ്ഥാപിച്ചു. പിന്നീട് എന്താണ്? ആണവതന്ത്രം പിന്തുടരാനുള്ള ഇന്ത്യയുടെ അവകാശം ഉപേക്ഷിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. അതുപോലെ 73-74 ഭരണഘടനാ ഭേദഗതി നിയമങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കാലത്താണ് അല്ലേ നിലവിൽ വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് ലാൽകൃഷ്ണ അദ്വാനി, അതായത് LK അദ്വാനിയാണ് അല്ലേ. ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. 50ാമതായി ഭാരതരത്ന ലഭിച്ച വ്യക്തിയാണ് LK അദ്വാനി. ഓക്കെ, നമുക്ക് നോക്കാം. അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ ആദ്യം ആഭ്യന്തരമന്ത്രിയായും പിന്നീട് ഇന്ത്യയുടെ 7ാമത് ഉപപ്രധാനമന്ത്രിയായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ 1980 ആരംഭിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം പ്രസിഡൻ്റായി അനുഷ്ഠിച്ചത് ഇദ്ദേഹമാണ്. നോക്കാം, അടുത്ത വ്യക്തിയെ നോക്കാം. കർപ്പൂരി താക്കൂർ 1970 മുതൽ 71 വരെയും 1977 മുതൽ 79 വരെയും 2 തവണ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്? ജൻ നായക് എന്നാണ് അല്ലേ. അടുത്തത് 1978 അദ്ദേഹം OBC, സ്ത്രീകൾ, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ എന്നിവർക്ക് പ്രത്യേക കോട്ടകളോടെ 26% സംവരണം അനുവദിച്ചു. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളുടെ അവകാശങ്ങൾക്കായി വാദിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അടുത്ത വ്യക്തിയെ നോക്കാം. MS സ്വാമിനാഥൻ അഥവാ മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. ഇദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന ലഭിച്ചത്. നോക്കാം. ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു അല്ലേ, നമുക്കറിയാം. ഇന്ത്യയെ കാർഷിക രംഗത്ത് സ്വയം പര്യാപ്തമാക്കാനും അതിനെ ആധുനികവൽക്കരിക്കാനും സഹായിച്ചു. ഉയർന്ന വിളവ് നൽകുന്ന ഗോതമ്പിൻ്റെയും അരിയുടെയും ഇനങ്ങൾ വികസിപ്പിച്ചെടുത്ത ഇദ്ദേഹമാണ് 1960കളിലും 70കളിലും ഇന്ത്യയുടെ കാർഷിക വിപ്ലവം സൃഷ്ടിച്ചു. 1961 ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1971 രമൺ മഗ്സേസെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും വർഷം പഠിക്കണമെന്നില്ല. ശാന്തി സ്വരൂപ് ഭട്നാഗർ അവാർഡ്, രമൺ മഗ്സേസെ അവാർഡ്, അതുപോലെ ആൽബർട്ട് ഐൻസ്റ്റീൻ വേൾഡ് സയൻസ് അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. പിന്നീടുള്ള പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നുള്ളതിൻ്റെ വർഷങ്ങളൊന്ന് ജസ്റ്റ് ഓർത്തേക്കുക. 67 പത്മശ്രീയും 72 പത്മഭൂഷണും
1989 പത്മവിഭൂഷണും ലഭിച്ചിട്ടുണ്ട്. അടുത്ത വ്യക്തിയെ നോക്കാം. അടുത്തത് ചൗധരി ചരൺ സിംഗ് ആണ്. ഇദ്ദേഹത്തിനും മരണാനന്തര ബഹുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇന്ത്യൻ രാഷ്ട്രീയക്കാരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു അല്ലേ. ഉത്തർപ്രദേശിൻ്റെ മുൻ മുഖ്യമന്ത്രിയും ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയുമായിരുന്നു. അതുപോലെ 1952 കൃഷിമന്ത്രിയായിരിക്കെ അദ്ദേഹം ഉത്തർപ്രദേശിൽ ജമീന്ദാരി സമ്പ്രദായം നിർത്തലാക്കിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. കർഷകരുടെ താൽപ്പര്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി വാദിച്ചു. ജനാധിപത്യം, മതേതരത്വം, സാമൂഹിക നീതി മൂല്യങ്ങളും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിയെ അനുഗമിക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2024 ജേതാക്കളെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് ഭാരതരത്നയുമായി ബന്ധപ്പെട്ട അല്പം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നോക്കാം. ഒരു വർഷത്തിൽ പരമാവധി 3 ഭാരതരത്നയാണ് നൽകാറ്. എന്നാൽ ഇത്തവണ 5 പേർക്കാണ് നൽകിയിരിക്കുന്നത് എന്നോർക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ 5 പേർക്ക് നൽകുന്നത്, അല്ലെങ്കിൽ 3-ൽ കൂടുതൽ പേർക്ക് നൽകുന്നത്? അല്ല, 1999 4 പേർക്കായിട്ട് ഭാരതരത്ന നൽകിയിട്ടുണ്ട്. ജയപ്രകാശ് നാരായണൻ, അമർത്യ സെൻ, ഗോപിനാഥ് ബർദലോയ്, രവിശങ്കർ എന്നിവർക്കായിട്ട് 4 പേർക്കായിട്ട് 1999 പുരസ്കാരം നൽകിയിട്ടുണ്ട് എന്നോർക്കുക. ഇനി ഭാരതരത്ന ലഭിച്ച അടുത്തത് എന്താണ്? ഈ അവാർഡ് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് രാജ്യത്ത് VIP പദവി ലഭിക്കും. പ്രോട്ടോക്കോൾ അനുസരിച്ച് അവാർഡ് ലഭിച്ച വ്യക്തിയെ രാജ്യത്തെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന ആൾക്കാർക്കൊപ്പമാണ് കണക്കാക്കുന്നത്. അതായത് രാജ്യത്തിൻ്റെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, ലോക്സഭാ സ്പീക്കർ, ക്യാബിനറ്റ് മന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി, മുൻ രാഷ്ട്രപതി, മുൻ പ്രധാനമന്ത്രി, മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവർക്ക് ശേഷമുള്ള സ്ഥാനം ലഭിക്കും. മറ്റവകാശങ്ങൾ നോക്കാം. അപ്പോൾ അവാർഡ് ലഭിച്ച വ്യക്തിക്ക് ക്യാബിനറ്റ് മന്ത്രിക്ക് തുല്യമായ VIP പദവിയാണ് ലഭിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് ആജീവനാന്തം ആദായ നികുതി അടയ്ക്കേണ്ടതില്ല. മാത്രമല്ല ഭാരതരത്ന ലഭിക്കുന്ന വ്യക്തികൾക്ക് പാർലമെൻറ്റിൻ്റെ യോഗങ്ങളിലും സമ്മേളനങ്ങളിലും പങ്കെടുക്കാം. അതുപോലെ സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം തുടങ്ങിയ രാജ്യത്തെ ദേശീയ ഉത്സവങ്ങളിലെ പരിപാടികളിൽ വിശിഷ്ടാതിഥികളായിട്ടും പങ്കെടുക്കാം. മാത്രമല്ല ഇവർക്ക് വിമാനത്തിലും ട്രെയിനിലും ബസ്സിലും ടിക്കറ്റ് എടുക്കാതെ സൗജന്യമായി യാത്ര ചെയ്യാം. ഇവർ ഏതെങ്കിലും ഒരു മറ്റ് സംസ്ഥാനം സന്ദർശിക്കുകയാണെങ്കിൽ അവിടുത്തെ അതിഥി എന്ന പദവി ഇവർക്ക് ലഭിക്കും. മാത്രമല്ല സംസ്ഥാന സർക്കാരുകൾ ഇവർക്ക് പ്രസിഡൻസി വാറണ്ടിൽ ഇടം നൽകുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാന സർക്കാരുകൾ ഇവർക്ക് പ്രസിഡൻസി വാറണ്ടിൽ ഇടം നൽകുന്നുണ്ട്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടികളിൽ മുൻഗണന ലഭിക്കാനുള്ള ഒരു പ്രോട്ടോക്കോളാണിത്. അപ്പോൾ ഇത്രയുമാണ് ഭാരതരത്നയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തു വയ്ക്കാനുള്ള കാര്യങ്ങൾ. 2024 മുഴുവൻ അവാർഡ്സ്, അതായത് ഇപ്പോൾ നമുക്ക് വരാനുള്ള ഡിഗ്രി അല്ലെങ്കിൽ LDC പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന ഇതുവരെയുള്ള എല്ലാ അവാർഡ്സും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷനാണ്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം. നമുക്കിവിടെ പഠിക്കാൻ വേണ്ടി ഈ എഴുത്തച്ഛൻ എന്നുള്ളതിലെ അച്ഛൻ എന്നുള്ളത് എടുക്കുക. എന്താണ് എഴുത്തച്ഛനിലെ അച്ഛൻ? നമുക്കിവിടെ ആദ്യത്തെ ജേതാവ്, അതായത് പ്രഥമ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. അപ്പോൾ നമുക്ക് എന്താലോചിക്കാം? ശൂരനായ അച്ഛൻ എന്നാലോചിക്കാം അല്ലേ. ശൂരനായ അച്ഛൻ, ശൂരനാട് കുഞ്ഞൻപിള്ള. 2021 ആർക്കാണ് ലഭിച്ചത്? P. വത്സല. ഈ വത്സലയിലെ വത്സല എന്നുള്ളത് വാത്സല്യമുള്ള അച്ഛൻ എന്ന് ഓർക്കാം. 2021 എന്നുള്ളത് എങ്ങനെ ഓർക്കാം? 21 നമ്മൾ P എഴുതുമ്പോൾ എങ്ങനെയാണ്? 1 ശേഷമാണല്ലേ P എഴുതുക. അപ്പോൾ 2021 P. വത്സല എന്ന് ഓർക്കുക. 2022 സേതു. എങ്ങനെ ആലോചിക്കാം? ഇവിടെ ഒരു പിക്ചർ കാണാം അല്ലേ. ഏതാ സിനിമ എന്ന് മനസ്സിലായോ? അതെ, കിരീടം, ചെങ്കോല്. 2 സിനിമകളിലും വളരെ നന്നായി അച്ഛൻ മകൻ ബന്ധത്തിൻ്റെ കഥ പറഞ്ഞ ഒരു സിനിമ. ഇതിൽ മോഹൻലാലിൻ്റെ പേരെന്താണ്? സേതുമാധവൻ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 2022 എന്ന് പറയുമ്പോൾ കിരീടവും ചെങ്കോല് 2 സിനിമകളുണ്ട് അല്ലേ. സേതു എന്നുള്ളത് സേതുമാധവനുമായിട്ടും കണക്ട് ചെയ്യാം. സോ 2022 സേതു. 2023 ആർക്കാണ് ഇപ്പോൾ അവസാനമായി ലഭിച്ചത്? SK വസന്തനാണ്. SK വസന്തനാണ് അവസാനമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. എങ്ങനെ ആലോചിക്കാം? ജസ്റ്റ് ഒരു വത്സലയുമായി അല്ലെങ്കിൽ വത്സല്യം എന്നുള്ളതുമായി ബന്ധപ്പെടുത്തി വസന്തൻ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് സമ്മാനത്തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ് അല്ലേ. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ. ഒന്നുകൂടി ഓർക്കുക, ആദ്യത്തെ ജേതാവ് ശൂരനായ അച്ഛൻ, ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. 2021 വാത്സല്യമുള്ള അച്ഛൻ P. വത്സലയാണ് അല്ലേ. 2022 സേതുമാധവൻ, സേതു 2 സേതു 2 കിരീടവും ചെങ്കോലും 2 സേതുമാധവൻ എന്ന് ഓർക്കുക. 2023 SK വസന്തൻ. അടുത്തത് നോക്കാം. അടുത്ത പുരസ്കാരം എന്ന് പറയുമ്പോൾ വയലാർ പുരസ്കാരം. വയലാർ അവാർഡ് 2023 ആർക്കാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്?
ശ്രീകുമാരൻ തമ്പിക്കാണ് അല്ലേ, ശ്രീകുമാരൻ തമ്പി. ഇതെങ്ങനെ ഓർത്ത് വയ്ക്കാം? നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. എന്താണ്? ഒരു വയലിലുള്ള വയലാർ അവാർഡിലെ വയൽ. ഓക്കെ, വയലാർ അവാർഡിലെ വയലിലുള്ള 3 തുമ്പികളെ കാണാം അല്ലേ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ശ്രീകുമാരൻ തമ്പിയിലെ തമ്പി എന്നുള്ളത് ജസ്റ്റ് തുമ്പി എന്ന് പഠിക്കാൻ വേണ്ടി മാത്രം നമുക്ക് അങ്ങനെ ഓർത്ത് വയ്ക്കാം. 2023 ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെണ്ടുലം എന്ന് പറയുന്ന ആത്മകഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. 2022 ആരാണ്? എസ് ഹരീഷ്. മീശ എന്നുള്ള നോവലിന് എസ് ഹരീഷിനാണ് 2022 വയലാർ അവാർഡ് ലഭിച്ചത്. എങ്ങനെ ഓർത്ത് വയ്ക്കാം? നമുക്ക് ഈ വയലിൽ എന്താണ്? നെല്ലുണ്ടല്ലേ. നെല്ലിൽ നിന്ന് ലഭിക്കുന്ന എന്താണ്? അരിയാണ്. അപ്പോൾ ജസ്റ്റ് ഹരീഷ് എന്നുള്ളതിൽ നിന്ന് അരി എന്നോർക്കുന്നു. ഓക്കെ, ഹരീഷിൻ്റെ ഹരി എടുത്തിട്ട് നമ്മൾ അരി എന്നോർക്കുന്നു. അരിയിൽ 2 അക്ഷരം. സോ 2022 അരി, ഹരീഷ് എന്നോർത്ത് വയ്ക്കുക. 2021 ആർക്കാണ്? ബെന്യാമിനാണ് അല്ലേ. ബെന്യാമിന് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. ജസ്റ്റ് ഈ താഴെയുള്ള ആ പിക്ചർ കൂടി ഒന്ന് ഓർക്കുക. വയലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അല്ലേ. ഒരു മാന്തോപ്പിലിരിക്കുന്ന ഒരു കർഷകൻ. അദ്ദേഹം എന്താണ് ഇട്ടിരിക്കുന്നത്? ഒരു ബനിയൻ ഇട്ടിട്ടല്ലേ. അപ്പോൾ ബനിയൻ എന്താണ്? ബെന്യാമിൻ, ബനിയൻ എന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കുക. 2021 ബെന്യാമിൻ. അടുത്തത് സമ്മാനത്തുകയാണ്. എത്രയാണ്? വയലാർ അവാർഡിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. അപ്പോൾ ഇത്രയാണ് വയലാർ അവാർഡിന് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. 2023 3 തമ്പി ശ്രീകുമാരൻ തമ്പി. 2022 2 അരി. 2022 എസ് ഹരീഷ്. 2021 എന്താണ്? മാന്തളേരിയിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, ബെന്യാമിൻ, ബനിയനിട്ട കർഷകൻ എന്ന് ഓർക്കുക. സമ്മാനത്തുക ഇത്രയാണ്? 1,00,000. ഓക്കെ അല്ലേ. എല്ലാവർക്കും ക്ലിയറായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് നോക്കാം. അടുത്ത പുരസ്കാരം എന്ന് പറയുന്നത് ഓടക്കുഴൽ പുരസ്കാരമാണ്. ഓക്കെ, ഇവിടെ 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. 2023 ആർക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്? PN ഗോപികൃഷ്ണനാണ് അല്ലേ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. എങ്ങനെയാണ്? ഇവിടെ ഗോപികൃഷ്ണനിലെ കൃഷ്ണൻ എന്നെടുക്കുക അല്ലേ. കൃഷ്ണൻ്റെ കയ്യിലുള്ള സാധനം എന്താണ്? ഓടക്കുഴലാണ്. സോ 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണൻ. കൃതി ഏതാണ്? കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2022 അംബികാസുധൻ മാങ്ങാട് അല്ലേ. അംബികാസുധൻ മാങ്ങാടിനാണ് 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. എങ്ങനെ ഓർത്ത് വയ്ക്കാം? അംബിക സുധനെ ഓടക്കുഴലെടുത്തടിച്ചു അല്ലേ. സുധൻ എന്ന് പറഞ്ഞാൽ മകൻ. സോ അംബിക സുധനെ ഓടക്കുഴലെടുത്ത് അടിച്ചു. മകൻ എന്ത് ചെയ്തു? പ്രാണവായുവായി ഓടി അല്ലേ. അപ്പോൾ 2022 അംബികാസുധൻ മാങ്ങാട്, കൃതി പ്രാണവായു എന്നോർത്ത് വയ്ക്കുക. 2021 ആർക്കാണ്? സാറ ജോസഫ്. ഇതുപോലെ ഓടക്കുഴലെടുത്തുനിന്ന് അല്ലെങ്കിൽ കുഴലെടുത്തടിക്കുന്ന മറ്റൊരു വ്യക്തി ആരാണ്? സാറുമാരാണ് അല്ലേ. അപ്പോൾ സാറ്, കൃതി ബുധിനി. ബുദ്ധിയില്ലാത്ത കുട്ടികളെ സാറ് അടിച്ചു എന്നാലോചിക്കുക. ബുദ്ധിയില്ലാത്ത കുട്ടികളെ സാറ് അടിച്ചു. സാറ ജോസഫ്, ബുധിനി. ജസ്റ്റ് പഠിക്കാൻ വേണ്ടി മാത്രമുള്ള കോഡാണ്. സമ്മാനത്തുക 30,000 രൂപ. എത്രയാണ്? 30,000 രൂപ. 2023 PN ഗോപികൃഷ്ണൻ. 2022 അംബിക സുധനെ അടിച്ചു. 2021 സാറ ജോസഫ്. അടുത്ത പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരമാണ്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ. പിക്ചറിൽ എന്തൊക്കെ കാണാം? ഒരു വള്ളം കാണാം, ഒരു ബോട്ടല്ലേ. വള്ളത്തോൾ പുരസ്കാരത്തെ നമ്മൾ ഈ ഒരു ബോട്ടുമായിട്ടാണ് പഠിക്കുന്നത്. ഈ ബോട്ടിൽ ആരിപ്പുണ്ട്? നമ്മുടെ പ്രധാനമന്ത്രി ഇരിപ്പുണ്ട് അല്ലേ. പ്രൈം മിനിസ്റ്റർ ഇരിപ്പുണ്ട്. പിന്നെ എന്തൊക്കെ കാണാം? മുകളിൽ സൂര്യനുണ്ട് അല്ലേ. സൂര്യൻ്റെ പ്രകാശം കാണാം. തുഴയുന്ന ആളുകളുടെ അടുത്ത് എന്തുണ്ട്? തുഴയുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2019 ആർക്കാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത്? പോൾ സക്കറിയയ്ക്കാണ് അല്ലേ. 2018 M മുകുന്ദൻ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഓർത്ത് വയ്ക്കാനായിട്ട് 19 അതുപോലെ 18 ഓർത്ത് വയ്ക്കാനായിട്ട് ഈ തോണിയിലായിരിക്കുന്നു നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇരിപ്പുണ്ട് അല്ലേ. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇരിപ്പുണ്ട്. സോ PM എന്നോർത്ത് വയ്ക്കുക. P എന്ന് വെച്ചാൽ പോൾ സക്കറിയ, M എന്ന് വെച്ചാൽ M മുകുന്ദൻ. P എന്താണ്? പോൾ. M എന്താണ്? M മുകുന്ദൻ. ഓക്കെ, അപ്പോൾ 2019 18 പഠിച്ചു. അടുത്തത് 2017 പ്രഭാവർമ്മയാണ് അല്ലേ. ഈ പിക്ചറിൽ മുകളിൽ എന്തുണ്ട്? സൂര്യനുണ്ട് അല്ലേ. സൂര്യൻ്റെ പ്രഭ നമുക്ക് കാണാം. അപ്പോൾ 2017 പ്രഭാവർമ്മ എന്നോർത്ത് വയ്ക്കുക. പ്രഥമ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? പാലാ നാരായണൻ നായർ. ഓർത്ത് വയ്ക്കാനായിട്ട് ജസ്റ്റ് ഈ പാലം നമുക്കെടുക്കാം അല്ലേ. ഈ പിക്ചർ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? നമുക്കിവിടെ കാണാം. എവിടെയാണ് എടുത്തിരിക്കുന്നത്? ഒരു പാലത്തിൽ വെച്ചാണ് അല്ലേ ഒരു പിക്ചർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം എത്തിയ വ്യക്തിയായിരിക്കും ഈ പിക്ചർ എടുത്തത്. അതിനുശേഷമായിരിക്കില്ലേ ഈ ബോട്ട് എത്തിയത്. ഓക്കെ, അപ്പോൾ ആദ്യം എത്തിയ പാലാ നാരായണൻ എന്നോർക്കുക. പാലാ നാരായണൻ.
വർഷം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചതെന്നാണ് 1991 അല്ലേ. ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് വള്ളത്തോൾ പുരസ്കാരം എല്ലാവരും ഒന്നിൻ്റെ കളിയാണ് അല്ലേ. അതായത് ഈ വള്ളം തുഴയുന്ന ഈ പങ്കായം പോലെ ഒരു 1. ഈ 1 നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം? 1991 ആദ്യമായി ലഭിച്ചത് സമ്മാനത്തുക 1,11,1,11,111 രൂപ സമ്മാനത്തുക. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വള്ളത്തോൾ പുരസ്കാരത്തിൽ ഓർക്കാനുള്ളത്. 2019, 2018 ഒപ്പം തന്നെ പഠിക്കുക. PM പ്രൈം മിനിസ്റ്റർ പോൾ സക്കറിയയും M മുകുന്ദനും. 2017 പ്രഭാവർമ്മ. പ്രഥമ പുരസ്കാരം ലഭിച്ചത് പാലാ നാരായണൻ നായർ 1991. സമ്മാനത്തുക 1,11,111 രൂപ. ഓക്കെ അല്ലേ? അടുത്ത പുരസ്കാരത്തിലേക്ക് പോവാം. അടുത്ത പുരസ്കാരം എന്ന് പറയുന്നത് രാജാ രവിവർമ്മയാണ്. രാജാ രവിവർമ്മ പുരസ്കാരം. രാജാ രവിവർമ്മ പുരസ്കാരം 2022 ആർക്കാണ് ലഭിച്ചത്? സുരേന്ദ്രൻ നായർക്കാണ് അല്ലേ. അപ്പോൾ നമുക്കിത് ഓർത്ത് വയ്ക്കാനായിട്ട് ഈ രാജാ രവിവർമ്മയിൽ നിന്നും നമുക്ക് രാജാവ് എന്ന് ഓർക്കാം. രാജാവിൻ്റെ പുരസ്കാരം. അപ്പോൾ നമുക്കിവിടെ 2022 ആർക്കാണ് ലഭിച്ചത്? സുരേന്ദ്രൻ. ഇന്ദ്രൻ എന്ന് പറയുന്നത് ദേവന്മാരുടെ രാജാവാണ് അല്ലേ. ദേവന്മാരുടെ രാജാവായ ഇന്ദ്രനാണ് 2022 പുരസ്കാരം ലഭിച്ചത് സുരേന്ദ്രൻ നായർ. 2019 BD ദത്തൻ. ഓക്കെ, ഇപ്പോൾ ഈ രാജാക്കന്മാർക്കൊക്കെ കുട്ടികളില്ലെങ്കിൽ എന്ത് ചെയ്യും? കുട്ടികളെ ദത്തെടുക്കും അല്ലേ. നമുക്ക് ഓർമ്മയുണ്ട്, ദത്താവകാശ നിരോധന നിയമമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. രാജാക്കന്മാർ ദത്തെടുക്കുന്നതിനെ എതിർക്കുന്ന ഒരു നിയമമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓർത്ത് വയ്ക്കാൻ 2019 ദത്തൻ. 2018 പാരിസ് വിശ്വനാഥൻ. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, പാരീസിലെ രാജാവ്. 2018 രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചു പാരിസ് വിശ്വനാഥൻ. അടുത്തെന്താണ്? സമ്മാനത്തുകയാണ് 3 ലക്ഷം രൂപ അല്ലേ. ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക. 2018 പാരിസ് വിശ്വനാഥൻ, 2019 BD ദത്തൻ, 2022 സുരേന്ദ്രൻ നായർ. ഓക്കെ അല്ലേ. അടുത്ത പുരസ്കാരം ഏതാണ്? അടുത്ത പുരസ്കാരം എന്ന് പറയുന്നത് ഹരിവരാസനം പുരസ്കാരമാണ്. അപ്പോൾ നമുക്ക് ഹരിവരാസനം പുരസ്കാരം പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. എന്താണ്? ഒരു അരിയിൽ ഹരിശ്രീ എന്നെഴുതുന്ന ഒരു കുട്ടിയുടെയും അമ്മയുടെയും പിക്ചറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 2023 ആർക്കാണ് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പിക്കാണ് അല്ലേ. അപ്പോൾ നമുക്ക് ശ്രീകുമാരൻ തമ്പിയിലെ ഈ ശ്രീ എടുക്കാം. ഓക്കെ, ഹരിശ്രീ എന്ന് നമുക്ക് ഓർത്ത് വയ്ക്കാം. ഹരിശ്രീയിൽ എത്ര വാക്കുണ്ട്? 3 അല്ലേ. അപ്പോൾ 2023 ഹരിശ്രീ ശ്രീകുമാരൻ. ഈ ശ്രീയാണ് ഹരിശ്രീ. ഹരിവരാസനം പുരസ്കാരം 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. അപ്പോൾ ഈ ഹരിശ്രീ എവിടെയാണ് എഴുതുന്നത്? അരിമണിയിലാണ് അല്ലേ. അപ്പോൾ ഈ അരിമണിയിൽ നിന്ന് നമുക്ക് അടുത്ത് പഠിക്കാം. 2024 ആർക്കാണ്? അരിമണി, അതായത് വീരമണി ദാസനാണ് 2024 പുരസ്കാരം ലഭിച്ചത്. 2022 ലഭിച്ചത് ആലപ്പി രംഗനാഥ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. സമ്മാനത്തുക എത്രയാണ്? 1 ലക്ഷം രൂപ. 1 അല്ലേ, ഒരു വിരൽ വെച്ചിട്ടല്ലേ ഇവിടെ ഹരിശ്രീ എന്ന് എഴുതുന്നത്. അതുകൊണ്ട് 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാനുള്ളത്. നമുക്കൊന്നുകൂടി ഓടിച്ച് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? എഴുത്തച്ഛൻ അച്ഛൻ പുരസ്കാരം എന്ന് ഓർക്കുക. എന്താണ്? ആദ്യ ജേതാവ് ശൂരനായ അച്ഛൻ, ശൂരനാട് കുഞ്ഞൻപിള്ള. 2021 ആരാണ്? P വത്സല അല്ലേ. 1 എന്ന് എഴുതുന്നത് P യുമായി ബന്ധപ്പെടുത്തുക. P വാത്സല്യമുള്ള അച്ഛൻ വത്സല എന്ന് ഓർക്കുക. 2022 സേതുമാധവനെ ഓർക്കുക. 2 കിരീടം ചെങ്കോൽ. 2 2022 സേതുമാധവൻ സേതു. 2023 SK വസന്തൻ. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. വത്സല്യം അല്ലെങ്കിൽ വത്സല വസന്തൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. സമ്മാനത്തുക 5 ലക്ഷം രൂപ. അടുത്തത് വയലാർ പുരസ്കാരമാണ്. 2023 3 തുമ്പി ഓർത്ത് വയ്ക്കുക. ശ്രീകുമാരൻ തമ്പിയാണ്. 2022 S ഹരീഷ് മീശ. ഓക്കെ, ഈ വയലിൽ എന്തുണ്ടാവുന്നു? നെല്ലുണ്ടാവുന്നു, അരി ഉണ്ടാവുന്നു. അരി ഹരീഷ്. 2022 അരിയിലെ 2 2022 എന്ന് ഓർക്കുക. അരി ഹരീഷ്. 2021 ബെന്യാമിൻ. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ അല്ലേ. ഒരു മാന്തോപ്പിലെ ഒരു കർഷകനെ കാണാം. അദ്ദേഹം ധരിച്ചിരിക്കുന്നത് ബനിയനാണ്, ബെന്യാമിൻ. സമ്മാനത്തുക എത്രയാണ്? 1 ലക്ഷം രൂപ. അടുത്തത് ഓടക്കുഴൽ പുരസ്കാരമാണ്. 2023 PN ഗോപികൃഷ്ണൻ. കൃഷ്ണൻ്റെ കയ്യിലുള്ളത് ഓടക്കുഴൽ. 2022 അംബിക സുധനെ ഓടക്കുഴൽ വെച്ചടിച്ചു. മകൻ എന്ത് ചെയ്തു? പ്രാണവായുവായി ഓടി അല്ലേ. അപ്പോൾ അംബിക സുധൻ മാങ്ങാട്, കൃതി പ്രാണവായു. 2021 സാറ ജോസഫ് ബുധിനി. അപ്പോൾ ബുദ്ധിയില്ലാത്ത കുട്ടികളെ സാറുമാർ ഓടക്കുഴലിൻ്റെ അടുത്ത് അടിക്കും എന്നോർക്കുക. സമ്മാനത്തുക 30,000 രൂപ. അടുത്ത പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരമാണ്. 2019 2018 ഒരുമിച്ച് പഠിക്കുക. പ്രൈം മിനിസ്റ്റർ. എന്താണ്? PM പോൾ സക്കറിയയും M മുകുന്ദനും. 2017 പ്രഭാവർമ്മ അല്ലേ.
പ്രഥമ പുരസ്കാരം ലഭിച്ചത് പാലാ നാരായണൻ നായർ 1991. സമ്മാനത്തുക വീണ്ടും ഒന്ന് വെച്ച് തന്നെ 1,11,111 രൂപ. ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഫുൾ ആൻസർ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ജസ്റ്റ് വള്ളത്തോൾ പുരസ്കാരം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ വള്ളത്തോൾ പുരസ്കാരത്തിൻ്റെ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. അടുത്തത് രാജാ രവിവർമ്മ പുരസ്കാരമാണ്. 2022 സുരേന്ദ്രൻ നായർ, 2019 BD ദത്തൻ, 2018 പാരിസ് വിശ്വനാഥൻ. 22 എന്താണ് ഇന്ദ്രൻ അല്ലേ, ദേവന്മാരുടെ രാജാവായ സുരേന്ദ്രനാണ്. 19 ദത്തെടുക്കുന്നത് രാജാക്കന്മാർ ദത്തെടുക്കുന്നു. 2018 പാരീസിലെ രാജാവ് എന്ന് ഓർക്കുക. എന്താണ് ഈ രാജാ രവിവർമ്മ പുരസ്കാരം എന്ന് പറയുന്നത്? എന്താണ്, ചിത്രകലാരംഗത്തുള്ള മികച്ച സംഭാവനകൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് അല്ലേ. ഓക്കെ, ഹരിവരാസനം പുരസ്കാരം ഹരിശ്രീ എന്നുള്ളത് ഓർത്തിരിക്കുക. 2023 3 അക്ഷരമുള്ള ഹരിശ്രീ ശ്രീകുമാരൻ തമ്പി. എവിടെയാണ് ഹരിശ്രീ എഴുതുന്നത്? അരിമണിയിലാണ് അല്ലേ. 2024 അരിമണി വീരമണിദാസൻ. 2022 ആലപ്പി രംഗനാഥ്. സമ്മാനത്തുക എത്രയാണ്? ഒരു വിരൽ വെച്ചാണ് ഹരിശ്രീ എഴുതുന്നത്. സോ 1,00,000 രൂപ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022. ആദ്യത്തെ അവാർഡ് നോവലിനാണ്. നോവലിന് ആർക്കാണ് ലഭിച്ചത്? വി ഷിനിലാലിനാണ്. കൃതി ഏതാണ്? സമ്പർക്ക ക്രാന്തി എന്നതാണ് കൃതി. അപ്പോൾ നോവലൊക്കെ എഴുതിയാൽ എന്താണ്, നമ്മൾ ക്ഷീണിച്ചു പോകും അല്ലേ. അപ്പോൾ ക്ഷീണിച്ചു പോവും എന്നുള്ളത് ഷിനി എന്ന് ഓർക്കുക. നോവൽ എഴുതിയാൽ ക്ഷീണിച്ചു പോവും, നോവൽ ഷിനി. പിന്നെ എന്താണ്, കൃതിയാണുള്ളത്. സമ്പർക്ക ക്രാന്തി എന്നുള്ളത് നമുക്ക് എങ്ങനെ ഓർക്കാം? ഈ നോവലിലെ നോ എന്നുള്ളത് എടുത്തിട്ട് നോ സമ്പർക്കം അല്ലേ. നമ്മൾ കോവിഡ് എല്ലാം ഉണ്ടായ സമയത്ത് നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു വാക്കാണ് എന്താണ്, നോ സമ്പർക്കം. നോവലിലെ നോയും സമ്പർക്ക ക്രാന്തിയിലെ സമ്പർക്കവും. അപ്പം നോവൽ വി ഷിനിലാൽ, സമ്പർക്ക ക്രാന്തി. അടുത്തത് നോക്കാം, മികച്ച കവിത. കവിതയ്ക്കുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? NG ഉണ്ണികൃഷ്ണൻ. കൃതിയുടെ പേരെന്താണ്? കടലാസ് വിദ്യ. നമുക്ക് എങ്ങനെ ഓർക്കാം? എന്താണ്, കവിത ഉണ്ണിക്ക് കടലാസ് കൊണ്ട് വിദ്യകൾ കാണിച്ചു കൊടുത്തു. കവിത ഉണ്ണിക്ക് കടലാസ് കൊണ്ട് വിദ്യകൾ കാണിച്ചു കൊടുത്തു എന്നോർക്കുക. കവിത NG ഉണ്ണികൃഷ്ണൻ, കടലാസ് വിദ്യ. അടുത്ത് നോക്കാം, ചെറുകഥ. മികച്ച ചെറുകഥയ്ക്കുള്ള അവാർഡ് PF മാത്യൂസിനാണ് കിട്ടിയത്. കൃതിയുടെ പേരെന്താണ്? മുഴക്കം. എങ്ങനെ ഓർക്കാം? നമ്മുടെ ഈ ശരീരത്തിലൊക്കെ ചെറിയ മുഴയുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? PF എടുത്തിട്ട് അത് ചികിത്സിക്കും എന്നോർക്കുക. അപ്പോൾ ചെറുകഥയിലെ ചെറുമുഴകൾ, ശരീരത്തിലെ ചെറുമുഴയുണ്ടായാൽ എന്ത് ചെയ്യും? PFൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് നമ്മളത് ചികിത്സിക്കും എന്നോർക്കുക. അടുത്ത് നോക്കാം, നാടകം. ഓക്കെ, നാടകത്തിനുള്ള പുരസ്കാരം നേടിയത് എമിൽ മാധവി ആണ്. ഏതാണ് നാടകത്തിൻ്റെ പേര്? കുമരു എന്നാണ്. ഇതിന് നല്ലൊരു കോഡ് എനിക്ക് എന്തായാലും കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് ജസ്റ്റ് ഓർക്കാനായിട്ട് നാടകം സിനിമ കണക്ട് ചെയ്ത് മാധവി എന്ന നായികയെ നമുക്ക് ഓർത്ത് വയ്ക്കാം. അടുത്ത് നോക്കാം, സാഹിത്യ വിമർശനം. സാഹിത്യ വിമർശനം ആർക്കാണ് അവാർഡ് ലഭിച്ചത്? S ശാരദക്കുട്ടിക്ക്. കൃതി ഏതാണ്? എത്ര പ്രേരണകൾ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഓർക്കാം? നമുക്ക് ഈ ശാരദക്കുട്ടിയിലെ കുട്ടിയെ എടുക്കാം അല്ലേ. ഈ കുട്ടികൾ വികൃതി കാണിച്ചാൽ നമുക്ക് അവരെ വിമർശിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവും അല്ലേ. അപ്പോൾ കുട്ടികൾ വികൃതി കാണിച്ചാൽ അവരെ വിമർശിക്കാനുള്ള പ്രേരണയുണ്ടാവും. അടുത്ത് നോക്കാം, ഹാസ്യ സാഹിത്യത്തിനുള്ള അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ജയന്ത് കാമിച്ചേരി. ജയന്ത് കാമിച്ചേരി. നമുക്ക് ആലോചിക്കാം, ഈ ഹാസ്യം എന്ന് പറഞ്ഞാൽ കോമഡി അല്ലേ. നമ്മളൊരു കോമഡിയൊക്കെ പറഞ്ഞ് അതങ്ങ് വിജയിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ കമിഴ്ന്ന് കടന്ന് ചിരിച്ചു പോകും അല്ലേ. അപ്പോൾ നല്ല ഹാസ്യം കേട്ടാൽ, ആ ഹാസ്യം വിജയിച്ചാൽ എന്താണ്? കമിഴ്ന്ന് കടന്ന് ചിരിക്കും. അപ്പോൾ ജയന്ത് കാമിച്ചേരി ജയിച്ചു കഴിഞ്ഞാൽ കമിഴ്ന്ന് കടന്ന് ചിരിക്കും. എന്ത്? ഹാസ്യം കേട്ടാൽ. ഹാസ്യ സാഹിത്യം. അടുത്ത് നോക്കാം, യാത്രാ വിവരണം. യാത്രാ വിവരണം നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? C അനൂപ്, ഹരിതാ സാവിത്രി. ഓക്കെ, യാത്രാ വിവരണത്തിന് അവാർഡ് ലഭിച്ചത് C അനൂപിനും ഹരിതാ സാവിത്രിക്കുമാണ്. നമുക്ക് എങ്ങനെ ഓർത്ത് വയ്ക്കാം? നമ്മൾ അന്ന് യാത്ര പോയപ്പോൾ എന്താണ്, കുറേ പച്ചപ്പൊക്കെ കണ്ടു എന്നാലോചിക്കാം. അപ്പോൾ ഈ യാത്രാ വിവരണം, അന്ന് യാത്ര പോയപ്പോൾ പച്ചപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഹരിതം അല്ലേ. ഹരിത അവിടെ കിട്ടി. ഓക്കെ, അന്ന് യാത്ര പോയപ്പോൾ അനൂപ് അല്ലേ. അന്ന് യാത്ര പോയപ്പോൾ കുറേ പച്ചപ്പ് കണ്ടു. അന്ന് അനൂപ്, പച്ചപ്പ് എന്ന് പറയുന്നത് ഹരിത. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിച്ചു പോയാൽ കേരള PSC സാധാരണയായിട്ട് എന്ത് ചെയ്യും? ഓപ്ഷൻസ് തരും. എന്താണ്? ഓപ്ഷൻ A C അനൂപ്, ഓപ്ഷൻ B അനൂപ്, ഓപ്ഷൻ C D അനൂപ് അല്ലേ. അങ്ങനെ 4 ഓപ്ഷൻസ് തരും. അപ്പോൾ എന്താണ്? നമുക്ക് തെറ്റിപ്പോവും. നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് എന്താണ്? C അനൂപ്. നമ്മളെന്താണ്? അന്ന് യാത്ര പോയപ്പോൾ കുറേ പച്ചപ്പ് കണ്ടു അല്ലേ. കണ്ടു എന്ന് പറയും. കാണുക എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? SEE അല്ലേ. C. അപ്പോൾ C അനൂപ്, യാത്രാ വിവരണം. അന്ന് യാത്ര പോയപ്പോൾ കുറേ പച്ചപ്പ് കണ്ടു എന്നോർക്കുക. അടുത്ത് നോക്കാം, ബാലസാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ K ശ്രീകുമാർ.
അല്ലേ. നമുക്ക് ഈ ശ്രീകുമാറിലെ കുമാർ എന്നെടുത്താൽ എന്താണ് കുമാരന്മാർ ബാലന്മാർ എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യാലോ. അവന്മാർക്ക് ബാലന്മാർക്കും കുമാരന്മാർക്കൊക്കെ എന്താണ് ചക്കരമാമ്പഴം വളരെ ഇഷ്ടമാണ് എന്ന് ഓർക്കുക. ഓക്കെ, അതും പിടിച്ചല്ലോ. ഇനി ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഡോക്ടർ എം ബഷീറിനും എൻ പ്രഭാകരനും. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഓർത്ത് വയ്ക്കുക. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ലഭിച്ചത് ഡോക്ടർ എം ബഷീർ, എൻ പ്രഭാകരൻ. സമ്മാനത്തുക എത്രയാണ്? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ്? 50,000 രൂപയാണ് അല്ലേ. 50,000 രൂപയാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. അപ്പോൾ ഓർമ്മയുണ്ടോ? നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. നോവൽ എന്ന് പറയുമ്പോൾ നോ സമ്പർക്കം. എന്താണ് നോവൽ? കൃതിയുടെ പേര് സമ്പർക്കക്രാന്തി. നോവൽ എഴുതി കഴിഞ്ഞാൽ ക്ഷീണിച്ചു, ഷിനിലാൽ. നോവൽ എഴുതിയാൽ ക്ഷീണിച്ചു, ഷിനിലാൽ. നോവൽ ഷിനിലാൽ. നോ സമ്പർക്കം അല്ലേ, കൃതിയുടെ പേര് സമ്പർക്കക്രാന്തി, നോ സമ്പർക്കം. കവിത ഏതാണ്? NG ഉണ്ണികൃഷ്ണൻ എഴുതിയ കടലാസ് വിദ്യ. കവിത ഉണ്ണികൾക്ക് കടലാസ് കൊണ്ട് കുറേ വിദ്യ കാണിച്ചു കൊടുത്തു അല്ലേ. ചെറുകഥ PF മാത്യൂസ് മുഴക്കം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചെറുമുഴ ഉണ്ടായാൽ PFൽ നിന്ന് പൈസ എടുത്ത് ചികിത്സിക്കും. നാടകം എമിൽ മാധവി കുമരു. സാഹിത്യ വിമർശനം S ശാരദക്കുട്ടി. എത്ര പ്രേരണകൾ എന്നാണ് കൃതിയുടെ പേര്. അപ്പോൾ എന്താണ്? കുട്ടികൾക്ക് വികൃതി കാണിക്കാനുള്ള പ്രേരണയുണ്ടായാൽ നമുക്ക് അവരെ വിമർശിക്കാൻ തോന്നും, അല്ലെങ്കിൽ കുട്ടികൾ വികൃതി കാണിച്ചാൽ നമുക്ക് അവരെ വിമർശിക്കാനുള്ള പ്രേരണയുണ്ടാവും അല്ലേ. അടുത്ത് നോക്കാം. ഹാസ്യസാഹിത്യം ജയന്ത് കാമിച്ചേരി. ഹാസ്യം വിജയിച്ചാൽ കമിഴ്ന്ന് കിടന്ന് ചിരിക്കും അല്ലേ. ഓക്കെ, അടുത്തത് യാത്രാ വിവരണം C അനൂപ്, ഹരിത സാവിത്രി. അന്ന് യാത്ര പോയപ്പോൾ കുറേ പച്ചപ്പ് കണ്ടു അല്ലേ. കണ്ടു എന്ന് പറയുന്നത് C, അന്ന് അനൂപ്, പച്ചപ്പ് എന്ന് പറയുന്നത് ഹരിത. ഓർത്ത് വയ്ക്കുക. ബാലസാഹിത്യം ഡോക്ടർ K ശ്രീകുമാർ. ബാലനും കുമാരനും കണക്ട് ചെയ്ത് വയ്ക്കുക. ചക്കരമാമ്പഴം. ബാലനും കുമാരനെല്ലാം ചക്കരമാമ്പഴം ഇഷ്ടമാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ചക്കരമാമ്പഴം ഇഷ്ടമാണ് എന്നോർക്ക്. കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം ലഭിച്ചത് ഡോക്ടർ എം ബഷീർ, എൻ പ്രഭാകരൻ എന്നിവർക്കാണ്. സമ്മാനത്തുക 50,000 രൂപ എന്നോർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് 2022 നമ്മൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 നമ്മൾ പഠിച്ചത്. 2021 ഇപ്പോൾ കേരള PSC ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ 2021. സോ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം പറയാനുള്ളത്, നമ്മുടെ ആദ്യത്തെ വീഡിയോ എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, രാജാരവിവർമ്മ പുരസ്കാരം, ഹരിവരാസന പുരസ്കാരം തുടങ്ങി എല്ലാ പ്രധാന അവാർഡുകളും കോഡിലൂടെ തന്നെ പഠിപ്പിക്കുന്ന ഒരു സെഷൻ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവർ കയറി കാണുക. അപ്പോൾ നമുക്ക് നോക്കാം 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. അപ്പോൾ ആദ്യത്തെ പുരസ്കാരം കവിതയ്ക്കാണ്. കവിതയ്ക്ക് ലഭിച്ചത് അൻവർ അലി മെഹബൂബ് എക്സ്പ്രസ് എന്ന കൃതിക്കാണ് അല്ലേ. കവിത അൻവർ അലി മെഹബൂബ് എക്സ്പ്രസ്. എങ്ങനെ ഓർക്കാം? ഈ അൻവർ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അൻവർ എന്ന് പറഞ്ഞ സിനിമയിൽ പൃഥ്വിരാജ്, അതിൻ്റെ ഇൻട്രോ സീൻ എങ്ങനെയാണ്? പൃഥ്വിരാജ് ഒരു ട്രെയിനിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു സീനാണ് അല്ലേ. അപ്പോൾ അവിടെ എക്സ്പ്രസ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക, മെഹബൂബ് ഓർത്ത് വയ്ക്കുക. അടുത്തത് നോവലാണ്. മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ R രാജശ്രീ, വിനയ് തോമസ്. 2 പേർക്കാണ്. നമുക്കെങ്ങനെ ഓർക്കാം? നമ്മൾ 2022 നോവൽ എഴുതി ഓൾറെഡി ക്ഷീണിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ ക്ഷീണിച്ച ആരായാലും ഏത് രാജാവായാലും ഡോക്ടറിനെ പോയി കാണും അല്ലേ. ക്ഷീണിച്ചു കഴിഞ്ഞാൽ ആരായാലും ഏത് രാജാവായാലും ഡോക്ടറിനെ പോയി കാണും. അപ്പോൾ R രാജാവ്, ഡോക്ടർ R രാജശ്രീ. പിന്നെന്താണ്? വിനയ് തോമസ്. ഈ വിനയിൽ തന്നെ നോവൽ എന്ന് നടക്കുന്നുണ്ട് അല്ലേ. നോവൽ വിനോയ്. ചെറിയൊരു കണക്ഷൻ അല്ലേ, ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്തത് ചെറുകഥയാണ്. ചെറുകഥ VM ദേവദാസ്. എങ്ങനെ ആലോചിക്കാം? നമ്മൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കും അല്ലേ. എന്ത് കഥയാണ് പറഞ്ഞു കൊടുക്കുക? ദേവന്മാരുടെയും അസുരന്മാരുടെയും കഥ പറഞ്ഞു കൊടുക്കും. ചെറിയ കുട്ടികൾക്ക് ദേവന്മാരുടെയും അസുരന്മാരുടെയും കഥ പറഞ്ഞു കൊടുത്തു എന്ന് ആലോചിക്കുക. അടുത്തത് നാടകമാണ്. നാടകത്തിന് പ്രദീപ് മുണ്ടൂർ, നമുക്ക് ജീവിതം പറയാം അല്ലേ. നമുക്ക് ഈ ഓർത്ത് വയ്ക്കാനായിട്ട് ഈ പ്രദീപിലെ പ്രതിയെ എടുക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു പ്രതിയെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ എൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ നാടകം കളിക്കും അല്ലേ, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാടകം പ്രദീപെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം പറയാമെന്ന് പറഞ്ഞ് കുറേ നാടകം കളിക്കും. അപ്പം നാടകം പ്രദീപ് മുണ്ടൂർ, നമുക്ക് ജീവിതം പറയാം. അടുത്തത് യാത്രാ വിവരണം വേണു. ജസ്റ്റ് ആലോചിക്കുക, യാത്ര പോയപ്പോൾ വീണു എന്നാലോചിക്കുക. യാത്രാ വിവരണം വേണു. അവസാനത്തേത് ബാലസാഹിത്യം രഘുനാഥ് പാലേരി.
നമ്മൾ 2022 പഠിച്ചു അല്ലേ, ബാലസാഹിത്യം എന്താണ്? ബാലന്മാർക്ക് മാമ്പഴമൊക്കെ ഇഷ്ടമായിരുന്നു അല്ലേ, ചക്രമാമ്പഴം. ഇവിടെ എന്താണ് ഇഷ്ടം? പാലാണ്. ബാലന്മാർക്ക് ഇഷ്ടം പാലാണ് അല്ലേ, പാലേരി. അവർ മൂവരും ഒരു മഴവില്ല്. മഴവില്ലൊക്കെ കാണിച്ചു കൊടുത്ത്, ചന്ദ്രനെയൊക്കെ കാണിച്ചു കൊടുത്ത് അമ്മമാർ ഭക്ഷണം കഴിക്കാൻ പറയില്ലേ, അതുപോലെ മഴവില്ലിനൊക്കെ കാണിച്ചു കൊടുത്ത് അമ്മമാർ ബാലിന് പാൽ കൊടുത്തു എന്ന് ആലോചിക്കുക. ചെറിയൊരു കാര്യം കൂടി, 2021 കേരള സാഹിത്യ അക്കാദമി ഫെല്ലോഷിപ്പിന് അർഹരായത് ആരൊക്കെയാണ്? വൈശാഖൻ, പ്രൊഫസർ KP ശങ്കരൻ. ജസ്റ്റ് ആലോചിച്ച് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ഓർത്ത് വയ്ക്കുക. 2021 ഫെലോഷിപ്പിന് അർഹരായത് വൈശാഖനും പ്രൊഫസർ KP ശങ്കരനും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സെഷനിലുള്ളത്. ഓർത്ത് വയ്ക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കാം. 2021 കേരള സാഹിത്യ പുരസ്കാരം കവിത അൻവർ അലി, മെഹബൂബ് എക്സ്പ്രസ്. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, അൻവർ എന്ന സിനിമ ഓർത്ത് വയ്ക്കുക. നോവൽ ഡോക്ടർ R രാജശ്രീ, ബിനോയ് തോമസ്. നോവൽ എഴുതി ക്ഷീണിച്ചാൽ എന്താണ്? 2022 ക്ഷീണിച്ചാൽ കേട്ടോ, അതിവിടെ കൊടുന്ന് എഴുതരുത്. 2022 ക്ഷീണിച്ചാൽ എന്താണ്? ആരായാലും ഏത് രാജാവായാലും ഡോക്ടർ പോയി കാണും അല്ലേ. നോവൽ ഡോക്ടർ R രാജശ്രീയും, പിന്നെ നോവൽ എന്ന് തിരിച്ചെഴുതിയ എന്താണ്? നോവ വിനോ അല്ലേ, വിനോയ്. ആ പേര് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ചെറുകഥ VM ദേവദാസ്, ചെറിയ കുട്ടികൾക്ക് ദേവന്മാരുടെ കഥ പറഞ്ഞു കൊടുത്തു. നാടകം പ്രദീപ് മുണ്ടൂർ, നമുക്ക് ജീവിതം പറയാം. പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം പറയാമെന്ന് പറഞ്ഞ് കുറേ നാടകമൊക്കെ കളിക്കുക അല്ലേ. അടുത്തത് യാത്രാ വിവരണം വേണു, യാത്ര പോയപ്പോൾ വീണു എന്നോർക്കുക. ബാലസാഹിത്യം രഘുനാഥ് പാലേരി, ബാലന്മാർക്ക് പാല് കൊടുത്തു. എന്താണ്? മഴവില്ല് കാണിച്ചു കൊടുത്ത് പാല് കൊടുത്തു. 2021 ഫെലോഷിപ്പിന് അർഹരായത് വൈശാഖൻ, പ്രൊഫസർ KP ശങ്കരൻ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ ആശാൻ്റെ ചൈനീസ് പാൻ കത്തി, അറബി വന്നിട്ട് തീയണച്ചു. ഓക്കെ, നമ്മുടെ ഏഷ്യൻ ഗെയിംസ് പഠിക്കാനുള്ള ഒരു കോഡാണ്. 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ചൈനയാണ് അല്ലേ. അതുപോലെ 2026 ജപ്പാനും, 2030 ഖത്തറും, 2034 സൗദി അറേബ്യയുമാണ്. ഓക്കെ, അപ്പോൾ 2022 ചൈന അല്ലേ. ആശാൻ എന്ന് പറയുന്നത് ഏഷ്യൻ അല്ലെ. ഏഷ്യനിലെ ഐ പോയാൽ എന്താണ്? ആശാനായില്ലേ. അപ്പോൾ ഏഷ്യൻ എന്നുള്ളത് ആശാൻ എന്ന് ഓർക്കുക. ആശാൻ്റെ ചൈനീസ് പാൻ അല്ലെ, ചൈന. ജപ്പാൻ പാൻ അല്ലെ, ജപ്പാൻ്റെ പാൻ. കത്തിപ്പിടിച്ചു അല്ലെ, കത്തി. ഖത്തർ. ഓക്കെ, ആരാണ് വന്ന് അണച്ചത്? അറബി അല്ലെ, സൗദി അറേബ്യയിലെ അറബി വന്ന് തീയണച്ചു. ഓക്കെ അല്ലേ. 2022, 26, 30, 34 കറക്റ്റ്. അതേ ക്രമത്തിൽ തന്നെ പഠിക്കുക. ഈ 2022 ഓർക്കാൻ വേണ്ടി എന്താണ്? ആശാൻ്റെ 2 കാലും തല്ലിയിടിച്ചു അല്ലേ. ആശാൻ്റെ 2 കാലും തല്ലിയിടിച്ചു, 2ലാണ് ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ എന്തോർക്കാം? ചൈന അല്ലേ. ചൈന എന്ന് പറയുമ്പോൾ ഒരു ഒറിജിനലും ഉണ്ടാവും, ഒരു ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാവും അല്ലേ. ഒരു ഒറിജിനലും ഒരു ഡ്യൂപ്ലിക്കേറ്റും 2 എണ്ണം അല്ലേ. അപ്പോൾ 2022 ചൈന എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സ്പോർട്സിലെ ഇവൻറ്റ്സും വെന്യൂസും വർഷങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് കോമൺവെൽത്ത് ഗെയിംസ് ആണ്. 2018 എവിടെയാണ്? ഓസ്ട്രേലിയയാണ്. 2018 നടന്നത് ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിലാണ്. ഓക്കെ, 2022 ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാം, 2026 ഓസ്ട്രേലിയയിലെ വിക്ടോറിയ. ഓക്കെ, നമുക്ക് എങ്ങനെ ഓർക്കാം? കോമൺവെൽത്ത് ഗെയിംസ് ഒരു കോഡിനായിട്ട് എന്താണ്? കോമൺ അല്ലേ. സാധാരണയായി, കോമൺ എന്ന് പറയുമ്പോൾ സാധാരണ അല്ലേ. സാധാരണയായിട്ട് ഗോൾഡ് കയ്യിൽ കിട്ടിയാൽ, ഗോൾഡ് കയ്യിൽ കിട്ടിയാൽ അല്ലേ. ഇവിടെ ബെർമിംഗ്ഹാം എന്ന് പറയുമ്പോൾ എന്താണ്? ആം എന്ന് പറയുമ്പോൾ കൈ അല്ലെങ്കിൽ ഹാൻഡ് എന്ന് ഓർക്കാലോ, ഹാൻഡ്. ബെർമിംഗ്ഹാം കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യും? വിൽക്കും അല്ലേ, വിറ്റ് കളയും. വിക്ടോറിയ വിറ്റ് കളയും എന്നോർക്കുക. സാധാരണയായി ഗോൾഡ് കയ്യിൽ കിട്ടിയാൽ വിറ്റ് കളയും എന്നോർക്കുക. 18, 22, 26 ഗോൾഡൊക്കെ കയ്യിൽ നിന്ന് പോയ എന്താണ്? 8ൻ്റെ പണിയാണല്ലേ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. 2018 ഗോൾഡ് എന്നോർക്കുക. അല്ലെങ്കിൽ വെൽത്തി ഗോപി വിജയിച്ചു, എന്ന് പറയാം. കോമൺവെൽത്ത് അല്ലെ, കോമൺവെൽത്തിലെ വെൽത്തി. ഗോബി അല്ലെ, ഗോൾഡ് കോസ്റ്റിലെ ഗോ. അടുത്തത് ബെർമിംഗ്ഹാമിലെ BI, വെൽത്തി ഗോബി വിജയിച്ചു. വിക്ടോറിയ അല്ലെ, വിക്ടറി, വിജയിച്ചു എന്നോർക്കുക. കോമൺവെൽത്ത് ഗെയിംസ് വെൽത്തി ഗോബി വിജയിച്ചു. ഗോൾഡ് കോസ്റ്റ് ബെർമിംഗ്ഹാം, വിക്ടോറിയ എന്നോർക്കുക. ഓക്കെ, അടുത്തത് നോക്കൂ.
സമ്മർ ഒളിമ്പിക്സ് ഗെയിംസ്. സമ്മർ ഒളിമ്പിക്സ് ഗെയിംസ് നോക്കാം. 2020 എവിടെയാണ്? ടോക്കിയോ ജപ്പാനിലാണ് നടന്നത്. അതുപോലെ 2024 പാരീസ് ഫ്രാൻസിലാണ്. 2028 ലോസ് ഏഞ്ചൽസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. 32 ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയയിലാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് എങ്ങനെ ഓർക്കാം? ഓർക്കാനായിട്ടൊരു കോഡ് പറയാം. സമ്മർ ഒളിമ്പിക്സ് ഓർക്കാനായിട്ട് എന്താണ്? ടോപ്പിൽ അല്ലേ? ടോപ്പിൽ ലോബി എന്ന് ഓർത്താൽ മതി. ടോപ്പിലാണ് ലോബി എന്ന് ഓർക്കുക അല്ലേ? നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ഒക്കെ ലോബി അറിയില്ലേ? അത് ടോപ്പിലാണ് എന്ന് ഓർക്കുക. ടോപ്പിൽ എന്താണ്? ടോക്കിയോ അല്ലേ? പി പാരീസ്. ടോപ്പിൽ ലോബി. ലോ എന്ന് പറയുന്നത് ലോസ് ഏഞ്ചൽസ്, ബി എന്ന് പറയുന്നത് ബ്രിസ്ബെയിൻ. ടോപ്പിൽ ലോബി എന്ന് ഓർക്കുക. 2020 ടോക്കിയോ, 2024 പാരീസ്, 2028 ലോസ് ഏഞ്ചൽസ്, 2032 ബ്രിസ്ബെയിൻ. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് സമ്മർ പാരാലിമ്പിക്സ് ആണ്. സെയിം തന്നെയാണ് കേട്ടോ, സെയിം വെന്യൂസ് തന്നെയാണ്, അതുകൊണ്ട് പറയുന്നില്ല, സെയിം തന്നെയാണ് സമ്മർ പാരാലിമ്പിക്സ്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് വിൻ്റർ ഒളിമ്പിക്സ് ആണ്. വിൻ്റർ ഒളിമ്പിക്സ് നമുക്ക് പഠിക്കാനുള്ളത് 2022 എവിടെയാണ്? ചൈനയിലാണ്. ചൈനയിലെ ബീജിങ്ങിലാണ്. 2026 മിലാൻ കോട്ടിയാന, ഇറ്റലി. ഓക്കെ, വിൻ്റർ ഒളിമ്പിക്സ് എങ്ങനെ ഓർക്കാം? ഒരു കോഡ് പറയാം. എന്താണ്? ഭീമൻ. ഭീമൻ വിജയിച്ചു അല്ലേ? അല്ലെങ്കിൽ വിൻ ചെയ്തു എന്നോർക്കാം. ഭീമൻ വിൻ. ഭീമൻ വിൻ. ഭീമൻ വിൻ. ബീജിംഗ് മിലാൻ. ഭീമൻ അല്ലേ? ഭീമൻ വിജയിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ഭീമൻ വിൻ ചെയ്തു എന്ന് പറയുന്നത്, ഭീമൻ വിൻ ചെയ്തു എന്ന് പറയുന്നത് വിൻ്റർ ആണ് അല്ലേ? വിൻ്റർ. ഭീമൻ. ഭീമൻ, ബീജിംഗ്, മിലാൻ, കോട്ടിയാനയും ഇറ്റലിയും ഓർത്തു വയ്ക്കുക. ഓക്കെ, 2022 നമ്മളെല്ലാം പറയുന്നത് 2020 ശേഷമുള്ളതാണ്. ഒരു കേസിൽ മാത്രമാണ് ചേഞ്ചുള്ളത്. 2018 പറയുന്നുണ്ട്, അത് നമുക്ക് പറയാം. 2020 ശേഷമുള്ള അതേ 4 വർഷത്തെ ചേഞ്ച് വെച്ച് നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, 2022 ബീജിംഗ്, 2026 മിലാൻ കോട്ടിയാന, ഇറ്റലി. ഓക്കെ അല്ലേ? വിൻ്റർ പാരാലിമ്പിക്സും സെയിം തന്നെയാണ്, സെയിം വെന്യൂസ് തന്നെയാണ്. ഓക്കെ, അടുത്തത് സമ്മർ യൂത്ത് ഒളിമ്പിക്സ് ഗെയിംസ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 2026 എവിടെയാണ്? സെനഗലിലാണ്. അതുപോലെ വിൻ്റർ യൂത്ത് ഒളിമ്പിക്സ് ഗെയിംസ് 2020 എവിടെയാണ്? സ്വിറ്റ്സർലാൻഡും. 2024 സൗത്ത് കൊറിയയാണ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത് നോക്കാം. ഫിഫ വേൾഡ് കപ്പ്. ഫിഫ വേൾഡ് കപ്പ് 2022 നടന്ന എവിടെയാണ്? ഖത്തറിലാണ് അല്ലേ? നമുക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് അത് പഠിക്കണം എന്നില്ല. 2026 നടക്കുന്നത് മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ. ഓക്കെ അല്ലേ? മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ. നമുക്ക് ഓർക്കാനായിട്ട് മാക് എന്ന് പഠിക്കാം അല്ലേ? മാക്. US എന്നൊക്കെ പറയില്ലേ? മാക്. മെക്സിക്കോ, അമേരിക്ക. US നമുക്ക് അമേരിക്ക എന്ന് പറയാലോ. മെക്സിക്കോ, അമേരിക്ക, കാനഡ. മാക് എന്നോർക്കാം. 2030 നടക്കുന്നത് മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, ജസ്റ്റ് ഒന്ന് പഠിച്ച് വയ്ക്കുക. 2022 ഖത്തറിലാണ് നടന്നത്. 2026 മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ. 2030 മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. 2030 നല്ലൊരു കോഡ് എനിക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഡ് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. ഫിഫ വുമൻസ് വേൾഡ് കപ്പ്. ഫിഫ വുമൻസ് വേൾഡ് കപ്പ് എവിടെയാണ്? 2023 ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. ഓസ്ട്രേലിയയും ന്യൂസിലാൻഡിലുമാണ് നടന്നത്. 2027 നടക്കുന്നത് ബ്രസീലിലാണ്. നമുക്ക് എങ്ങനെ ഓർക്കാം? വുമൻസ് വേൾഡ് കപ്പാണ്. വുമൻസ് വേൾഡ് കപ്പാണ്. വുമൻസിന് വേൾഡ് കപ്പിൻ്റെ ABC അറിയില്ല എന്നോർക്കാം. ഓക്കെ, ABC അറിയില്ല. 2023 ഓസ്ട്രേലിയ അല്ലേ? ഓസ്ട്രേലിയയിൽ A എടുക്കാം. 2027 B എടുക്കാം, ബ്രസീൽ. പിന്നീടുള്ള C നമുക്ക് ചൈനയാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, ചൈനയാണ് പറഞ്ഞിരുന്നത്, ഇപ്പോഴും ഉറപ്പിച്ചിട്ടില്ല. 2031 ചൈനയിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോഴും അത് ഉറപ്പിച്ചിട്ടില്ല. എന്നാലും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? വുമൻസിന് വേൾഡ് കപ്പിൻ്റെ ABC അറിയില്ല എന്ന് ജസ്റ്റ് നമുക്ക് കോഡ് പഠിക്കാൻ വേണ്ടി അങ്ങനെ ഓർത്ത് വയ്ക്കാം. അല്ലെങ്കിൽ എന്ത് പറയാം? A and B അല്ലേ? A and B അറിയില്ല എന്നും പറയാം. A and B അല്ലേ? ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അതുപോലെ ബ്രസീൽ. 2023 ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. 2027 ബ്രസീൽ. ഇവിടെ നമുക്ക് വർഷം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? ഓസ്ട്രേലിയ അല്ലേ? ഓസ്ട്രേലിയ എന്ന് വായിക്കാം.
ഓസ്ട്രേലിയ അല്ലേ 2023. 23 എന്നുള്ളത് ഓസ്ട്രേലിയ എന്ന് വായിക്കാം. ഓക്കെ, അടുത്ത് നോക്കൂ. ഫിഫ U20 മെൻസ് വേൾഡ് കപ്പ്. ഫിഫ U20 മെൻസ് വേൾഡ് കപ്പ് 2023 നടക്കുന്നത് ഇന്തോനേഷ്യയാണ് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ അത് നടന്ന എവിടെയാണ്? അർജൻറ്റീനയാണ്. 2023 ഫിഫ U20 മെൻസ് വേൾഡ് കപ്പ് അർജൻറ്റീന. 2025 നടന്നത് ചിലി. ഓക്കെ, 2 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. ഓക്കെ, 2023 അർജൻറ്റീന, 2025 ചിലി. എങ്ങനെ ഓർക്കാം? 20 വയസ്സിനുള്ള താഴെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് സ്പോർട്സ് കളിക്കണമെങ്കിൽ AC വേണം എന്നോർക്ക്. അവർക്ക് വിയർക്കാൻ വയ്യ. 20 താഴെ വയസ്സുള്ളവർക്ക് എന്താണ് AC വേണം. അർജൻറ്റീന, ചിലി എന്നോർക്കുക. 2023 25. അതുപോലെ ഫിഫ U17 അതായത് അണ്ടർ 17. ഫിഫ അണ്ടർ 17 എവിടെയാണ്? 2023 നടന്നത് ഇന്തോനേഷ്യയാണ്. 2023 ഇന്തോനേഷ്യ. എങ്ങനെ ഓർക്കാം? അണ്ടർ 17 ആണ് അല്ലേ, അതായത് അണ്ടർ 17 ആണ്. അണ്ടർ 17 എന്ന് പറയുമ്പോൾ കുട്ടികളല്ലേ, 18 വയസ്സിന് താഴെയല്ല 17 എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? വീടിൻ്റെ ഉള്ളിൽ നിന്നാൽ മതിയല്ലേ. ഇന്തോനേഷ്യ. വീടിൻ്റെ ഉള്ളിൽ നിന്നാൽ മതി. എന്നോർക്കുക. പുറത്തൊന്നും പോകണ്ട, വീടിനകത്ത് നിന്നാൽ മതി. അണ്ടർ 17 വീടിനകത്ത് നിന്നാൽ മതി. ഇന്തോനേഷ്യ എന്നോർക്കുക. ഓക്കെ അല്ലേ? ഇനിയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നോക്കാനുണ്ട്. നമുക്ക് ക്രിക്കറ്റിൻ്റെയും അതുപോലെ ഹോക്കി അങ്ങനെ ഒരുപാട് വെന്യൂസ് നമുക്ക് നോക്കാനുണ്ട്. പക്ഷേ എല്ലാം കൂടിയും പറഞ്ഞാൽ മൊത്തത്തിൽ കൊള്ളായി പോകും. അതുകൊണ്ട് ഈ ഒരു പാർട്ടിൽ ഇത്ര പഠിക്കുക. ഇത്ര പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് കോഡ് വെച്ച് തന്നെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി 2022 ഏഷ്യൻ ഗെയിംസ് അല്ലേ, ഏഷ്യൻ പേര് ഓർക്കുക. ആ കോഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഉത്തരം ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാം. നമുക്ക് വീണ്ടും വെന്യൂസ് ഒന്ന് ഓടിച്ച് നോക്കാം. പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഏഷ്യൻ ഗെയിംസ് 2022 നടന്നത് ചൈന, 2026 ജപ്പാൻ, 2030 ഖത്തർ, 2034 സൗദി അറേബ്യ. എങ്ങനെയാണ് പഠിച്ചത്? ആശാൻ്റെ ചൈനീസ് പാൻ കത്തി, അറബി വന്ന് തീയണച്ചു അല്ലേ. ആശാൻ ഏഷ്യൻ, ചൈനീസ് ചൈന, പാൻ ജപ്പാൻ, കത്തി ഖത്തർ, അറബി വന്ന് തീയണച്ചു സൗദി അറേബ്യ. ഓക്കെ അല്ലേ? അടുത്തത് കോമൺവെൽത്ത് 2018 ഗോൾഡ് കോസ്റ്റ് 18. ഗോൾഡ് പോയാൽ 18, 8ൻ്റെ പണി കിട്ടും. ഓക്കെ, എങ്ങനെയാണ്? വെൽത്തി ഗോപി വിജയിച്ചു. അല്ലെങ്കിൽ എന്താണ്? ഗോൾഡ് കയ്യിൽ കിട്ടിയ, ആമിൽ കിട്ടിയാൽ വിറ്റ് കളയും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഡ് ഓർത്ത് വയ്ക്കുക. അടുത്തത് സമ്മർ ഒളിമ്പിക്സ് ടോപ്പിൽ ലോബി അല്ലേ. 2020 ടോക്കിയോ, പി പാരീസ്, ലോബിയിലെ ലോസ് ഏഞ്ചൽസ്, ബി ബ്രിസ്ബെയിൻ. ഓക്കെ, ടോപ്പിൽ ലോബി. അടുത്തത് വിൻ്റർ ഒളിമ്പിക്സ് 2022 ബീജിംഗ് ചൈന, 2026 മിലാൻ കോട്യാന ഇറ്റലി. ഓക്കെ, ബീമൻ വിൻ ചെയ്തു അല്ലേ. ബീമൻ വിൻ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ബീമൻ വിൻ ചെയ്തു. 2026 സമ്മർ യൂത്ത് ഒളിമ്പിക്സ് സെനഗലാണ്. 2020 വിൻ്റർ യൂത്ത് ഒളിമ്പിക്സ് സ്വിറ്റ്സർലാൻഡും. 2024 വിൻ്റർ യൂത്ത് ഒളിമ്പിക്സ് സൗത്ത് കൊറിയ. ഓക്കെ, അടുത്ത് നോക്കൂ. ഫിഫ വേൾഡ് കപ്പ് 2022 എവിടെയാണ്? ഖത്തറിലാണ് നടന്നത്. 2026 മാക് അല്ലേ, MAC മെക്സിക്കോ, അമേരിക്ക, കാനഡ. 2030 മൊറോക്കോ, പോർച്ചുഗൽ, സ്പെയിൻ. ഫിഫ വുമൻസ് വേൾഡ് കപ്പ് എവിടെയാണ്? 2023 നടന്നത് ഓസ്ട്രേലിയ അല്ലേ. ഓസ്ട്രീ എന്ന് പറയുമ്പോൾ 2023 3 അങ്ങനെ കണക്ട് ചെയ്യുക. ഓസ്ട്രേലിയയും ന്യൂസിലൻഡും. A and B അല്ലേ. വുമൻസിന് A and B അറിയില്ല, അല്ലെങ്കിൽ ABC അറിയില്ല എന്നോർക്കാം. ഒന്നുകൂടിയും A and B പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് രണ്ടും കിട്ടും അവിടെ. A and അല്ലേ. B ഫോർ ബ്രസീൽ. 2027. അടുത്ത് നോക്കൂ. 2023 ഫിഫ അണ്ടർ 20 മെൻസ് വേൾഡ് കപ്പ് നടന്നത് അർജൻറ്റീന, 25 ചിലി. എങ്ങനെ ഓർക്കാം? AC അല്ലേ. 20 വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ സ്പോർട്സ് കളിക്കണമെങ്കിൽ പോലും AC വേണം എന്നോർക്കുക. 17 വയസ്സാണെങ്കിലോ വീട്ടിൽ നിന്ന് പുറത്ത് വിടുമല്ല, വീടിൻ്റെ അകത്ത് തന്നെ അല്ലേ. ഇന്തോനേഷ്യ 2023 ഇന്തോനേഷ്യ വീടിൻ്റെ അകത്ത് തന്നെ ആണല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ LDC ക്ലാസ്സുകൾ കറണ്ട് അഫെയറിൻ്റെയും മലയാളത്തിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേണ്ടവർക്കെല്ലാം ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.